Study. See, text. Hi. Orga. Sound. Where are you? Okay, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേ കണക്ഷനിലുള്ള തന്നെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് എക്സാമിന് ചോദിച്ച ചോദ്യം പ്രൂവ് ചെയ്തത്. പലരും പറയാറുണ്ട് ടെക്സ്റ്റിൽ ഇതൊക്കെ ഞങ്ങൾ ചെയ്ത്, പക്ഷെ എക്സാമിന് ഇതല്ല വന്നത്. ബട്ട് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തിട്ട് ഞാൻ പ്രൂവ് ചെയ്ത് തരാം. ഇത് കണക്ഷൻ ഉള്ള സംഭവം തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അത് എഴുതാൻ പറ്റാത്തത് നിങ്ങളെ കൈവരും. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോ ഓൾമോസ്റ്റ് ഒരു 70% ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 65+ ടെക്സ്റ്റ് വരുന്നുണ്ട്. ടെക്സ്റ്റ് ടൈപ്പ് അക്കൗണ്ട്സിനൊക്കെ കേസ് ഒരു 80%ഓളം സെയിം ടു സെയിം ക്വസ്റ്റ്യൻസ്. ഇത് ടെക്സ്റ്റ് മതി ഫസ്റ്റ്. ഇപ്പോ പിന്നെ അല്ല, ഇപ്പൊ ICAന്റെ എക്സാം ആകുമ്പോ ICAന്റെ ടെക്സ്റ്റ് അല്ലാണ്ട് പിന്നെ നമ്മൾ +2 ടെക്സ്റ്റ് പഠിച്ച കാര്യം അല്ല, വേറെ പഠിച്ച കാര്യമില്ല. ഇവര് ഇത് ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ ടെക്സ്റ്റിന്റെ ഉള്ളിൽ വായിച്ചിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നല്ലാണ്ട് എല്ലാ കണ്ടന്റ് വായിച്ചിട്ടുണ്ടാവും ഇല്ല? വായിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ ഉള്ളിൽ കുറെ കണ്ടന്റ്സ് ഉണ്ട്. ഇപ്പോ ഇതിൽ തന്നെ CAGR ക്വസ്റ്റ്യൻസ് ഇതിലില്ല, എക്സസൈസിലില്ല. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഒരു ടോപ്പിക്കും ഉണ്ട്, അത് റിലേറ്റഡ് ക്വസ്റ്റ്യനും ഉണ്ട്. അതേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇപ്പൊ പെർപെച്യൂറ്റിന്റെ ഗ്രോത്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു. അതെവിടെയുണ്ട്? ടെക്സ്റ്റിന്റെ ഉള്ളിലുണ്ട്, സോൾവ് ആയിട്ട്. പക്ഷെ എക്സസൈസിലില്ല. നിങ്ങൾ സോൾവ് ക്വസ്റ്റ്യൻ നോക്കുന്നില്ല. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ടെക്സ്റ്റിൽ സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ചെയ്യും. ഇലിസ്ട്രേഷൻസ് ആയിട്ടുള്ളത് എക്സാമ്പിൾസ് അതാ. അപ്പൊ എന്തായാലും ഞാൻ എക്സസൈസ് 4A വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 4Aല് ഞാൻ ഇതൊക്കെ ചെയ്യണം ഞാൻ പറയുന്നത്. ആകെ 2 ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ പറയുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. റൗണ്ട് ചെയ്ത് വെച്ചോ 9 and 10. 9ഉം 10ഉം മാത്രം റൗണ്ട് ചെയ്ത് വെച്ചോ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് സ്പീഡപ്പ് ആയി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നെക്സ്റ്റ് അതേപോലെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. അടുത്തത് 6 കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ആ ഇക്വേഷനിലേക്ക് PRT/100 എന്നുള്ള ഇക്വേഷനിലോട്ട് ഡയറക്റ്റ് അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ 8 എണ്ണം. ഓക്കെ, അത് നിങ്ങൾക്ക് ഇപ്പോ ജസ്റ്റ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ മാത്രം ചെയ്യാം, പിന്നെ ജീവിതത്തിൽ നോക്കണ്ട. ടെക്സ്റ്റ് ബുക്ക് ഇതൊന്നും പരീക്ഷയ്ക്ക് വരാൻ പോകുന്നില്ല, ആദ്യത്തെ 8 ടൈപ്പ് ഏകദേശം. കാരണം അതൊക്കെ സിമ്പിൾ ആണ്, നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ടൈപ്പ്. ഓക്കെ, പക്ഷെ 9ഉം 10ഉം ആണ് കുറച്ചൊരു എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ 9, 10 ഡിസ്കസ് ചെയ്യാം ക്ലാസ്സില്. ഓക്കെ, 9ഉം ക്വസ്റ്റ്യൻ നമ്പർ 9 വായിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 9 വായിക്കടാ. വായിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 9 വായിച്ചാ. ജസ്റ്റ് നിങ്ങളേതായ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അപ്പൊ 9 ചെയ്യും, 10ഉം ചെയ്യാം, ബാക്കിയൊക്കെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് 9ഉം ട്രൈ ആയിട്ട് 10ഉം ട്രൈ ആയിട്ട്.
എക്സസൈസ് 1 to 8 ഹോംവർക്ക് ആണ്. കുറച്ച് കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് വേണ്ട അത് ചെയ്യാം. ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. 9, 10. ഇനി ഐഡിയ? ആൻസർ പറയടോ. ആ ഓപ്ഷൻ ഇട്ട് ചെയ്താൽ മതി. ഓപ്ഷൻ ചെയ്യാം. ഓപ്ഷൻ ഇട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓപ്ഷൻ ഇട്ട് ചെയ്തോ, നിങ്ങൾ ഇഷ്ടം പോലെ. ഓക്കെ, ഇപ്പൊ ഓപ്ഷൻ ഇട്ട് ചെയ്യാണ്. ഇങ്ങനെ 3800 എന്നുണ്ട്. ഇപ്പോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 31.58% പറയുന്നത് അല്ലെ. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് എന്ത് ഇൻട്രസ്റ്റ് ആണിത് ഒന്നും പറഞ്ഞിട്ടില്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. മോസ്റ്റ്ലി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയി, ഒന്നും പറയാത്ത. അപ്പൊ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ 31.58% എത്രയാണ് വരുന്നത്? 1800 അല്ല 3800. 1200 എടാ, 1200 അല്ലെ? ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് വരുന്നത് 1200 അല്ലേ? 3800 ഇൻറ്റു 31.58% അടിച്ചു നോക്കാം. 1200 വരും അല്ലെ? 2 വർഷത്തേക്കാവുമ്പോ ഇൻറ്റു 2400 ആയിരിക്കും ഇൻട്രസ്റ്റ്. സോ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് 6200 കിട്ടുന്നുണ്ടോ? യെസ്, കറക്റ്റ് അല്ലെ? ഇത് ചെയ്യേണ്ട രീതി വേറെ രീതി എന്താന്ന് വെച്ചാല് നോക്കടാ, ശ്രദ്ധിക്ക. 6200 ആവും എപ്പോ? 2 years കഴിഞ്ഞിട്ട് അല്ലെ? പിന്നെ പറയുന്നുണ്ട് 7400 എത്ര വർഷം കഴിഞ്ഞിട്ട്? ഇതിന്ന് നമുക്ക് മൈൻഡിലേക്ക് വരുന്ന കാര്യമുണ്ട്. 1 year എക്സ്ട്രാ വരുമ്പോ 1200 രൂപ കൂടി അല്ലെ? 1 year എക്സ്ട്രാ വരുമ്പോ 1200 കൂടിയില്ലേ അല്ലേടാ? 6800 കിട്ടിയിട്ട് 7400 ആയി. അപ്പൊ 1200 കൂടി. ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയാ? 1200. സോ 1 year 1200 ആണെങ്കിൽ ഒരു റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ബൈ അല്ലെ? ഡിവൈഡ് ബൈ എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നമുക്ക് അറിയില്ല. ക്വസ്റ്റ്യൻ മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് അത് അറിയില്ല, എന്ത് വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു വർഷം 1200 ആണെങ്കിൽ 2 വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 2400 അല്ലെ? ഓക്കെ. സോ ഈ 6200 എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ പ്ലസ് 2 വർഷത്തെ ഇൻട്രസ്റ്റ് കൂടി കൂട്ടിയിട്ടുള്ള സാധനമല്ലേ ഈ 6200 അല്ലെ? 2 years കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണെന്നാണ് പറയുന്നത്. എമൗണ്ട് 2 എന്നാ പറയുന്നത്. സോ പ്രിൻസിപ്പളിന്റെ കൂടെ 2 വർഷത്തെ ഇൻട്രസ്റ്റ് കൂട്ടിയിട്ടാണ് ഈ 6200 എത്തി. ഓക്കെ, അപ്പൊ 2 വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയാ? 2400. അപ്പൊ പ്രിൻസിപ്പൾ പ്ലസ് 2400 നമുക്ക് എന്ത് കിട്ടും? 6200. സോ ഡിഫറൻസ് എത്രയാ? 3800. സോ 3800 ആകുമ്പോ ഇവിടെ ആകെ ഉള്ളത് എന്താ? ഓപ്ഷനിൽ ഒറ്റ ഒന്നേ ഉള്ളൂ. ഡയറക്ട്ലി ഒന്ന് ചെയ്യാം. ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് 1200 ഡിവൈഡഡ് ബൈ 3800 ചെയ്താൽ പോരെ അല്ല? എന്തിന്റെ റേറ്റ് കാണണമെങ്കിൽ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ പ്രിൻസിപ്പൾ അടിച്ചാൽ പോരെ? എടാ, നമുക്കിപ്പോ നേരത്തെ പഠിച്ചപ്പോ 10,000 പ്രിൻസിപ്പളും 10% ഇൻട്രസ്റ്റ് റേറ്റും വന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് 1000 ആണ്, റൈറ്റ്? അപ്പൊ നിങ്ങൾ 1000 ഡിവൈഡഡ് ബൈ 10,000 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ 10% കിട്ടും. സോ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ പ്രിൻസിപ്പൾ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുമല്ലോ അല്ലെ? അത് നമുക്ക് അറിയുന്ന ബേസിക് കാര്യമാണ്, പക്ഷെ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ പ്രിൻസിപ്പൾ ഇസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ആ പോയിന്റ് ഒന്ന് ടെക്സ്റ്റിൽ നേരെ എഴുതാൻ പറ്റുവാണെങ്കിൽ അവിടെ തന്നെ എഴുതിക്കോ. ഇവിടെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ
പ്രിൻസിപ്പൽ ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ള കാര്യം എഴുതാം. ഇപ്പോ എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് എഴുതണമെങ്കിൽ അതും എഴുതി വെച്ചോ ടെക്സ്റ്റ് കേട്ടാ. നെക്സ്റ്റ് 10th വൺ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു 5 മിനിറ്റ് ഇതിന് എടുക്കാം, പിന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എടുക്കാം, പിന്നെ നേരെ ആനുവിറ്റി കൊടുക്കാം. തുടങ്ങാം. 10ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു. A sum of money doubles itself in 10 years. ഒരു എമൗണ്ട് 10 വർഷത്തിൽ ഡബിൾ ആവും. ഓക്കെ, ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഇറ്റ് വുഡ് ട്രിപ്പിൾ ഇറ്റ്സെൽഫ്. ആദ്യം കൺസെപ്ച്വലി നമുക്ക് മനസ്സിലാക്കാം, ഇക്വേഷൻ വെച്ചിട്ടൊക്കെ ചെയ്യാം, എന്നിട്ട് ട്രിക്ക് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, സം ഓഫ് മണി ഡബിൾസ് ഇറ്റ്സെൽഫ് ഇൻ 10 years എന്ന് പറയുമ്പോൾ പി ആണ് നമ്മളുടെ എമൗണ്ട് എന്ന് വിചാരിക്കും. പ്രിൻസിപ്പൽ, പി ഇസ് പ്രിൻസിപ്പൽ. 10 വർഷം കൂടുമ്പോൾ ഇത് ഡബിൾ ആവും എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ എമൗണ്ട് എത്ര വരണം? എമൗണ്ട് എത്ര വരണം? ഡബിൾ ആവണ്ടേ? 2p. എമൗണ്ട് ഇസ് ഈക്വൽ ടു 2p, റൈറ്റ്? ദാറ്റ് മീൻസ് നിങ്ങൾക്കറിയാം പി പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എമൗണ്ട് അല്ലെ. പ്രിൻസിപ്പളിന്റെ കൂടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കൂട്ടുമ്പോഴാണ് എമൗണ്ട് കിട്ടുക. അതായത് പി പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു 2p. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പി ആണ്, പ്രിൻസിപ്പൾ തന്നെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം മനസ്സിലാക്കാം അല്ലെ. ഡബിൾ ആവുന്ന പ്രിൻസിപ്പൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു പി ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതൊന്നും എന്തൊക്കെ കണ്ടുപിടിക്കാം പറ. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? സം ഓഫ് മണി ഡബിൾസ് ഇറ്റ്സെൽഫ് ഇൻ 10 years എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ 10 വർഷം കൊണ്ടാണ് ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് പി എത്തുന്നത് അല്ലെ. എമൗണ്ട് 2p ആവുന്നത് 10 വർഷം കൊണ്ടാണ്. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് പി ആവുന്നത് 10 വർഷം കൊണ്ട് അല്ലെ. സിമ്പിൾ ഇൻട്രസ്റ്റ് പി അല്ലെ. അപ്പൊ ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇക്വേഷൻ പറഞ്ഞേ, പി ഐ ടി ഈക്വൽ ടു പി. ടി എത്രയാ? 10 ആണ് അല്ലെ. അപ്പൊ പി ഇൻറ്റു ഐ ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു പി. ഓക്കെ, നെക്സ്റ്റ് ഇതിന് ട്രിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ നമ്മൾ വെറുതെ എക്സാം ഓറിയന്റഡിൽ ഇങ്ങനെ ചെയ്യണ്ട, എക്സാമിന് നമുക്ക് ടൈം സേവ് ചെയ്യാം. പി ഇൻറ്റു ഐ ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു പി. നെക്സ്റ്റ് പി ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഐ ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 1 എന്ന് വരും, പി ഇപ്പുറം പോയി കഴിഞ്ഞാൽ അല്ലെ. നെക്സ്റ്റ് 10 ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു 1/10 അല്ലെ. 1/10 എന്ന് കിട്ടി. നെക്സ്റ്റ് ഇവരെ ചോദ്യം എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ് ഇറ്റ് വുഡ് ട്രിപ്പിൾ ഇറ്റ്സെൽഫ് എന്നാണ്. ട്രിപ്പിൾ ഇറ്റ്സെൽഫ് എന്ന് പറയുമ്പോൾ ഈ എമൗണ്ട് എത്ര വരണം? എമൗണ്ട് എത്ര വരണം? 3p വരണം അല്ലെ. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര വരണം? 2p അല്ലെ. എമൗണ്ട് 3p ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര വരണം? 2p വരണം. അപ്പൊ ഇത് എത്ര വർഷം എടുക്കുന്നതാണ് ചോദിക്കുന്നത്. ഇതിങ്ങനെ ചെയ്ത് പോകണം. നോർമലി നമ്മൾ മാത്സ് എക്സാം രീതിയിൽ പോകുമ്പോൾ ഇങ്ങനെ ചെയ്ത് പോകണം. ഓക്കെ, പിന്നെ അടുത്തത് പറ, എന്താ ചെയ്യേണ്ടത്? എക്സാം ഹോളിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ സമയം പോകും അല്ലെ. കുറെ സമയം പോകും. ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം ഡയറക്റ്റ്, ശ്രദ്ധിക്കുക. ഒന്ന്, 10 വർഷം കൊണ്ടാണ് പി ഇൻക്രീസ് ആവുന്നത് അല്ലെ. 10 വർഷം കൊണ്ടാണ്. ഇപ്പൊ 1000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, 10 വർഷം കൊണ്ട് ഇത് എന്താവുന്ന പറഞ്ഞാൽ 2000 ആവുന്ന പറഞ്ഞു. യെസ്, സം ഓഫ് മണി ഡബിൾസ് ഇറ്റ്സെൽഫ് ഇൻ 10 years. നിങ്ങളെ കയ്യിലുള്ള പൈസ എത്ര? 1000. 10 വർഷം കഴിയുമ്പോൾ എത്രയും? 2000. അപ്പൊ ആ 10 വർഷം കൊണ്ടാണ് നിങ്ങൾ 1000 രൂപ ഉണ്ടാക്കിയത് ആണോ? യെസ്. പിന്നെയുള്ള 10 വർഷം കൊണ്ടല്ലേ നിങ്ങൾക്ക് പിന്നെ ഒരു 1000 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ടോട്ടൽ 20 ആണ്. നമുക്ക് ക്ലിയർ അല്ലേ? അങ്ങനെ ചിന്തിക്കാം. ഓക്കെ, അതൊന്ന്. നെക്സ്റ്റ് കുറച്ചും കൂടി ബെറ്റർ ഷോർട്ട് കട്ടിലോട്ട് പോവാം. അത് നോക്കുക. എന്താ ചെയ്യേണ്ടത് വെച്ചാല് സം ഓഫ് മണി ഡബിൾസ് ഇറ്റ്സെൽഫ് ഇൻ 10 years, നമ്പർ ഓഫ് ഇയേഴ്സ് ഇറ്റ് വിൽ ബി ട്രിപ്പിൾ ഇറ്റ്സെൽഫ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് റിക്വയർമെന്റ്? ട്രിപ്പിൾ ആണ് റിക്വയർമെന്റ് അല്ലെ. 3 പ്രാവശ്യം ആകുന്നുള്ള റിക്വയർമെന്റ്. അപ്പൊ ഞാനൊരു ഷോർട്ട് ട്രിക്ക് പറഞ്ഞുതരാം. നമ്മൾ 3 ആണ് തന്നിട്ടുള്ളത്, സോറി 3 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ട്രിപ്പിൾ ആവുന്ന എപ്പോഴാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ തന്നിട്ടുള്ളത് ഇതാ 2 അല്ലെ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് സൈഡിൽ നിന്ന് -1 കൊടുക്കും.
3 - 1 ഡിവൈഡ് ബൈ 2 - 1 ഇൻറ്റു എത്ര ഇയർ ആണോ തന്നിട്ടുള്ളത് അത് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. വേറെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? തന്നിട്ടുള്ളത് ഏതാ? ശ്രദ്ധിക്കുക, തന്നിട്ടുള്ളത് 2 ഇയേഴ്സിന് ഡബിൾ ആവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ താഴെ ഡിനോമിനേറ്റർ 2 - 1 മുകളിലുള്ളതോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 3 - 1. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് ഡിവൈഡ് ബൈ തന്നിട്ടുള്ളത് അതിന് -1 കൊടുക്കുക. 3 - 1 ഡിവൈഡ് ബൈ 2 - 1 ഇൻറ്റു 10 കൊടുക്കുക. അപ്പൊ എത്ര കിട്ടിയ ആൻസർ? 20 കിട്ടിയോ? ക്ലിയർ ആണോ? മെത്തേഡ് ക്ലിയർ ആണോ? ഇപ്പൊ ഞാൻ ചെറിയൊരു മാറ്റം ക്വസ്റ്റ്യനിൽ വരുത്താണ്. ഇതിപ്പോ ട്രിപ്പിള് മാറ്റിയിട്ട് ഞാൻ പറയാണ് 4 ടൈംസ് ആക്കണം. ഓക്കെ ആണോ? ട്രിപ്പിള് മാറ്റി 4 ടൈംസ്. 4 ടൈംസ് ആവണമെങ്കിൽ എന്തായിരിക്കും ഉദ്ദേശം? പറ. 4 - 1 ഡിവൈഡ് ബൈ 3 ആണോ തന്നത്? 2 - 1 ഇൻറ്റു എത്ര ഇയർ ആണോ തന്നത് അത്ര ഇയർ 10 അടിക്കാം. ആൻസർ കിട്ടിയില്ലേ? 3 ഇൻറ്റു 10 30 അല്ലെ? 30 ഇയേഴ്സ് ആകുമ്പോൾ 4 ടൈംസ് ഓഫ്. അത് മനസ്സിലായിക്കൂടെ അല്ലെ? 1000 രൂപ ഉണ്ട് നിങ്ങളെ കയ്യിൽ പ്രിൻസിപ്പിൾ. ശ്രദ്ധിക്കാം, 1000 രൂപ നിങ്ങളെ കയ്യിൽ പ്രിൻസിപ്പിൾ ഇപ്പൊ ഉണ്ട്. ഇവര് പറയാണ് 10 വർഷം കൊണ്ട് ഇത് ഡബിൾ ആവും. അടുത്ത 10 വർഷത്തിൽ ഇത് എത്രയിലേക്ക് എത്തും? 2000-ൽ എത്തും എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം തന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ ഇത് 3000 എത്തും അല്ലെ? പിന്നെയും 10 വർഷം കൂടി പോയാലോ 4000 എത്തും അല്ലെ? 10 വർഷം കൂടുന്നതിനനുസരിച്ചിട്ട് 1000 കൂടിക്കൊണ്ട് പോവാം. ഓക്കെ, നിങ്ങളെ അധികം ഇതാക്കാണ്ട് എന്ത് ചെയ്യാം, എന്താണോ കണ്ടുപിടിക്കേണ്ടത് -1 ഡിവൈഡഡ് ബൈ തന്നിട്ടുള്ളത് എന്താണോ -1 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്താൽ മതി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അതിന്റെ ട്രിക്ക് അവിടെ തന്നെ ടെക്സ്റ്റിൽ തന്നെ എഴുതി വെച്ചു. 3 - 1 ഡിവൈഡ് ബൈ 2 - 1 ഇൻറ്റു 10 ഇയേഴ്സ്. ഇതാണ് സംഭവം. കേട്ടോ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി തട്ടാം. ശരി, ക്വസ്റ്റ്യൻ എഴുതിക്കോ. A sum of money doubles itself in 15 years. Full stop. Number of years it would become 5 times. Sum of money doubles itself in 15 years. The number of years it would become 5 times. എന്തായിരിക്കും ആൻസർ? ആണോ? 5 - 1 അല്ലെ? ഡിവൈഡ് ബൈ ഡബിൾസ് ആണ്. 2 - 1 ഇൻറ്റു എത്ര ഇയറാ? 15 ഇയേഴ്സ്. അത് ചെയ്ത് നോക്കാം. 4 ഇൻറ്റു 15. ഓക്കെയാ? നിങ്ങൾക്ക് നേരത്തെ പോലെ ഇങ്ങനെ സോൾവ് ചെയ്ത് ഇൻട്രസ്റ്റ് റേറ്റ് എത്ര കണ്ടുപിടിച്ചിട്ട് പിന്നെ ചെയ്യാം. പക്ഷെ അത് ലോങ് മെത്തേഡാണ്. 5 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ചെയ്യാം. ഇത് ചെയ്താൽ പോരാ അല്ലെ? ഒരു ക്വസ്റ്റ്യൻ കൂടി, 1 more. A sum of money question. A sum of money triples itself. ചോദ്യം നോക്കണേ. Sum of money doubles അല്ല, triples itself in 20 years. The number of years it would double itself. The number of years it would double itself. അല്ലെ? ഡബിൾ ആവുക, ട്രിപ്പിൾ ആവുന്ന എത്ര വർഷം കൊണ്ടാ? 20. അപ്പൊ ഡബിൾ ആവുന്ന എത്ര വർഷം കൊണ്ടെന്നാ ചോദിക്കുന്നത്. നമ്മൾ എന്താ പറഞ്ഞ? കണ്ടുപിടിക്കേണ്ടത് 2 ആണ് അല്ലെ? ഡബിൾ ആണ്. അപ്പൊ 2 - 1 ഡിവൈഡഡ് ബൈ തന്നിട്ടുള്ളത് 3 ആണ് അല്ലെ? 3 - 1 ഇൻറ്റു 1/2 ഇൻറ്റു, ഉറപ്പല്ലേ? കാരണം ഈ ക്വസ്റ്റ്യന്റെ നേരെ തിരിച്ചിട്ടത്. ഇപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ? ഡബിൾ ഇൻ 10 എന്നിട്ട് ട്രിപ്പിൾ ഇൻ എത്രയാന്ന് നമ്മളോട് ചോദിച്ചു. ഞാൻ നേരെ തിരിച്ച് ചോദ്യം മാറ്റി. ഓക്കെ, ട്രിപ്പിൾ ഇൻ 20 ആണെങ്കിൽ ഡബിൾ എത്രയാണ്? ഇതേ മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ?
ബാക്കി എല്ലാ ക്വസ്റ്റ്യനും ഡയറക്റ്റ് അപ്ലിക്കേഷൻ ആണ്. അത് റിലേറ്റഡ് എക്സാമിന് ചോദ്യം വരാൻ സാധ്യതയില്ല. വന്നാൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ തെറ്റിച്ചു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ട് തെറ്റിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റിലോട്ട് പോവാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സമയം കിട്ടുമ്പോ ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ, അതൊന്ന് ട്രൈ ചെയ്യും. അവരാണ് സോൾവ് ചെയ്തത്, നിങ്ങൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ അല്ല. എടാ നിങ്ങളെ വിചാരം അവിടെ സോൾവ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. നമുക്കറിയാം അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സോൾവ് ചെയ്യാം എന്നൊരു തോട്ട് ഉണ്ട്. അതല്ല, question exercise 4B. Okay. 4B ന്റെ കേസ് നമുക്ക് നോക്കാം. അത് ഏതൊക്കെയാണ് പറയാം. ഞാൻ നോക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് എമൗണ്ടും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കണ്ടുപിടിക്കാൻ ഹോംവർക്കാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡയറക്റ്റ് എമൗണ്ട് ആൻഡ് ഡയറക്റ്റ് പ്രിൻസിപ്പൽ. അടുത്തതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ മെത്തേഡ് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലേ? എങ്ങനെ ഇക്വേഷൻ 1 + i all raised to n - 1 വെച്ചിട്ട് ഡയറക്റ്റ് ചെയ്താൽ പോരെ. ഇത് ഇവിടെ എന്താ 3% തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പ്രിൻസിപ്പൾ വരുമോ? ഇല്ല. നമ്പർ ഓഫ് ഇയേഴ്സ് വരുമോ? ഇല്ല. ഹാഫ് ഇയർലി തന്നിട്ടുണ്ട്. അപ്പൊ n എത്ര എടുക്കണം? അല്ലെ, 2 ആയിട്ട് എടുക്കാൻ. i എടുക്കുമ്പോൾ ഡിവൈഡ് ബൈ 1.5 എടുക്കണം അല്ലെ. 1.5% ആണ് എടുക്കട്ടെ. അപ്പൊ 0.015. സോ ഫൈനൽ ആൻസർ വരുമ്പോ എങ്ങനെ വരാം? 0.015 അല്ലെ. എടാ ഒരു മിനിറ്റ്, 3% അല്ലേ? ഹാഫ് ഇയർലി ആകുമ്പോ ഡിവൈഡ് ചെയ്യണ്ടേ? 0.03/2 ചെയ്യണ്ടേ? അപ്പൊ ഫൈനൽ ആൻസർ വരുമ്പോ 1.0015. കറക്റ്റ് ആണോ? അല്ല, 0.15. ഇത് കറക്റ്റ് അല്ല. റേസ് ടു എത്ര? 2 അല്ലെ, -1. ഇത് ചെയ്ത് നോക്കാം. നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്ന് അവിടെ തന്നെ എഴുതി വെച്ചോ. ഇവിടെ തന്നെ 1.015 സ്ക്വയർ -1. ഇത് ഓൾമോസ്റ്റ് 90% എക്സാമിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എപ്പോഴും ഉണ്ടോ എടാ? എല്ലാ എക്സാമിനും ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ. പക്ഷെ ക്വസ്റ്റ്യൻ എവിടെയുണ്ട്? ആ 100 എണ്ണത്തിൽ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലെ. നെക്സ്റ്റ് അടുത്തലോട്ട് പോവാ. 4 വെയിറ്റ് ചെയ്യാം. ഏതാ പറയാം. 1, 2, 3 ഹോംവർക്ക് ചെയ്തോ. 3 ഇമ്പോർട്ടന്റ് ആണ്. 3 ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അത് പറഞ്ഞതാണ് പ്രശ്നം. നെക്സ്റ്റ് 4 ഓൾസോ ഇമ്പോർട്ടന്റ്. ഫൈവ് നിങ്ങൾക്ക് ഡയറക്ട്ലി ചെയ്യാം. 5 ഹോംവർക്ക് ആണ്. 1, 2 3, 4 ഞാൻ ചെയ്തുതരാം കേട്ടോ. വെയിറ്റ് ചെയ്യാം. 4 ചെയ്യാം. 5 ഹോംവർക്ക്. 5 സിമ്പിൾ ആണ്. 5 സിമ്പിൾ ആണ്. അല്ല, ഞാൻ ഈ ഹോംവർക്ക് എന്ന് പറയുന്നില്ലേ, അത് ഒറ്റ ടൈം ചെയ്ത് വിടാനുള്ള സാധനങ്ങളാണ്. അതിൽ ടഫ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സാധനം മാത്രം പിന്നെ നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ അത് നോക്കിയേ വേണ്ടെന്നുള്ളതാണ്. 6th one also important. 6th one. Sixth one important. Huh?
7 നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ, ഹോംവർക്ക് ചെയ്തു അല്ലേ? 7 6 ഇമ്പോർട്ടന്റ് ആണ്. 7 ഡിഫറൻസ് പറഞ്ഞ കാര്യല്ലേ? അതും കൂടി മാർക്ക് ചെയ്ത് വെച്ചു, ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് അറിയാം, എന്നാലും അത് ചെയ്യും. 9 വേണ്ട, 10 9 10 11 again homework. 8 കൂടി മാർക്ക് ചെയ്തു. 9 10 11 homework. 9 10 11 homework. 9 10 11 homework. 12 ഡിഫറൻസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല. 12 ഡിഫറൻസിന്റെ ക്വസ്റ്റ്യൻ 12th 1 ഡിഫറൻസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഡിഫറൻസ് എത്ര ഇയറാ? 2 years പറഞ്ഞിട്ടില്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാം. 13 മാർക്ക് ചെയ്ത് വെച്ചോ, റൗണ്ട് ഇട്ടോ. 40 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യും. ബാക്കിയുള്ളത് ഫുൾ ഹോംവർക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. റെക്കോർഡ് വേണം വാങ്ങിച്ചോ പിന്നീട്. റെക്കോർഡിന്റെ കാര്യം എങ്ങനെ നോക്കാം. ഇൻ കേസ് പിന്നീട് എന്നോട് ഇതേ ചോദ്യം ഡൗട്ട് ചോദിച്ചിട്ട് വരണ്ട. ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. സെയിം ക്വസ്റ്റ്യൻസ് നാളെ നമുക്ക് സാർ ഇതെങ്ങനെ ചോദിച്ചോണ്ട്. ഫോർത്ത് വൺ ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടാ. ഫോർത്ത് ക്വസ്റ്റ്യൻ വായിക്കും. Question number 4. Question വായിച്ചോടാ. കാണുന്നില്ലേ? ചൂടുണ്ട്. ഇത് കുറച്ച് ഹെവി ചെയ്യാനുണ്ട്. കാൽക്കുലേറ്ററിൽ നിന്ന് കുറച്ച് ട്രിക്സ് പറഞ്ഞുതരാം. പോയിന്റ് വാല്യൂ ആണെങ്കിൽ കറക്റ്റാ. 5.2 5.6 ഇതൊന്ന് ചെയ്യാം. ഫോർത്ത് വൺ നിങ്ങളെ ഐഡിയയിൽ എന്തെങ്കിലും ചെയ്തു. ഹോംവർക്ക് ബാക്കിയല്ല, ഇത് ഞാൻ ഡിസ്കസ് ചെയ്യും. ബാക്കി ഹോംവർക്ക് ഫോർ സിക്സ് സെവൻ എയ്റ്റ് തേർഡ്. ഫോർത്ത് വൺ നോക്ക്. The machine is depreciated at a rate of 20% on reducing balance. The original cost of machine was 1 lakh. Ultimate scrap value 30,000. Effective life of machine ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതില് സ്റ്റാർട്ടിങ്ങിൽ ഉള്ളത് എത്രയാ? 1 lakh. ഭാവിയിൽ വരാൻ പോകുന്നത് എത്രയാ? 30,000. നമ്മൾ ഇൻട്രസ്റ്റിന്റെ ഒക്കെ കേസിൽ പഠിക്കുമ്പോൾ ഇൻട്രസ്റ്റ് വരുമ്പോൾ എന്താവും? വാല്യൂ കൂടല്ലേ ചെയ്യും. പക്ഷെ ഡിപ്രീസിയേഷൻ വരുമ്പോൾ എന്താവും? പറയും. ഇൻട്രസ്റ്റ് വരുമ്പോൾ വാല്യൂ കൂടുന്നോണ്ടാണ് നമ്മൾ ഇൻറ്റു 1+i ഹോൾ റൈസ് ടു n ചെയ്യുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ ആകുമ്പോൾ മൈനസ് ചെയ്താൽ മതി. ഇൻറ്റു 1+i പകരം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, p × 1+i ഹോൾ റൈസ് ടു n. ആ ഇക്വേഷനിൽ ആ പ്ലസ് മാറ്റിയിട്ട് മൈനസ് ചെയ്താൽ മതി. ഇൻട്രസ്റ്റ് ആണെങ്കിൽ 10% എന്ന് പറയുമ്പോൾ നമ്മൾ +10%. ഡിപ്രീസിയേഷൻ ആണെങ്കിൽ -10%. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കും. ഒന്ന് ചെയ്യും.
എങ്ങനെ നോർമലി എമൗണ്ട് എങ്ങനെയാ വരുന്നത്? എമൗണ്ട് ഇസ് ഇക്വൽ ടു പി ഇൻറ്റു 1 + i ഹോൾ റേസ് ടു n. ഇതല്ലേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കേസിൽ? ആ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ ഇവിടെ പ്ലസ് ഐക്ക് പകരം -d ആണ് വരാം. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ +10%, ഡിപ്രീസിയേഷൻ ആണെങ്കിൽ -10%. അത്രേ ഉള്ളൂ. ഇവിടെ എമൗണ്ട് എത്രയാ? ഫൈനൽ വാല്യൂ ആണ്. ഉണ്ടല്ല ഫൈനൽ വാല്യൂ എത്രയാ? 30,000. അപ്പൊ 30,000 ഈക്വൽ ടു 1 lakh into 1 + i ഹോൾ റേസ് ടു n എന്നാണ് ഇവിടെ. ഡിപ്രീസിയേഷൻ ആകുമ്പോൾ 1 - 0.2 അല്ലെ? 0.2 അല്ലെ? ഇവിടെ 20% അല്ലേ? റേസ് ടു n എത്രയാ അറിയോ? n ഇവിടെ ഇടാം. ഓക്കെ, ഇത് ബാക്കിയുള്ളതൊന്ന് ചെയ്ത് നോക്കാം. ഈ 1 lakhനെ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്ക്. എത്ര വരും? 30,000 ഡിവൈഡഡ് ബൈ 1 lakh എത്ര കിട്ടും? 0.3 ആവും. സോ 0.3 is equal to 0.8 raised to n. ഇതാണ് കിട്ടുക ആണോ? ഇതാണോ കിട്ടുക? ഇവിടം വരെ എല്ലാവർക്കും ചെയ്യാൻ അറിയാം. ഇതിന് ശേഷം n എങ്ങനെ കിട്ടും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അതാണ് എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആവുന്നത്. യെസ്, ഒന്ന് കാൽക്കുലേറ്റ് എടുക്കാം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാ? 0.8 കാൽക്കുലേറ്ററിൽ അടിക്കും. 0.8 റേസ് ടു ഒരു നമ്പർ. എടാ ഇത് ശ്രദ്ധിക്കണം, ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. 0.8 റേസ് ടു വിച്ച് നമ്പർ ഗീവ്സ് 3 അടുത്തേക്ക് ഏതാക്കുന്നത് നോക്കാം. ഇൻറ്റു അടിക്കാം, ഈക്വൽ ടു കൊടുക്കാം. അപ്പോ കാൽക്കുലേറ്ററിൽ ഇവിടെ സൈഡ് 3 വരുന്ന സമയത്ത് ഇപ്പുറത്ത് 0.64 വന്നു അല്ലെ? അതിന്റെ അർത്ഥം എന്താ? 0.8ന്റെ സ്ക്വയർ ആണ് 0.64. അപ്പൊ ഒരു ഈക്വറ്റും കൂടി കൊടുത്തത്. അപ്പൊ 0.512 പോരാ. അടുത്ത 5 ഇപ്പുറം വരുമ്പോ 0.4096. ഒന്നും കൂടി കൊടുക്കാം. 0.32768 ഉള്ളൂ അല്ലെ? ആ വാല്യൂ ഞാൻ എഴുതട്ടെ. ഓക്കെ, എത്ര വരുന്നത്? 0.32768. ഇത് എത്ര പ്രാവശ്യം ചെയ്യുമ്പോഴാണ് വരുന്നത്? ഇവിടെ 6 കാണിക്കുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് 5 ടൈംസ് അല്ലെ? അപ്പൊ 5 years എന്തായാലും കഴിയൂലേ? 5 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ വാല്യൂ എത്തുന്നത് 0.32ലേക്കാണ്. അപ്പൊ 5 എന്തായാലും കഴിയും. 6 ആകുമ്പോ എത്ര വരും? 0.26 എത്തുന്നുണ്ട്. 0.26214 എത്തുന്നുണ്ട് അല്ലെ? അപ്പൊ 6 ഇല്ല, 5ന്റെയും 6ന്റെയും ഇടയിലാണെന്ന് മനസ്സിലായോ? എടാ അവിടെ സംസാരിക്കണ ചെറിയ സൗണ്ട്, ഇവിടെ ഡിസ്റ്റർബൻസ് ആവുന്നു. എത്രയാ? 5ന്റെയും 6ന്റെയും ഇടയിലാ. അപ്പൊ ഓപ്ഷനില് 5ന്റെയും 6ന്റെയും ഇടയിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടും നമ്മൾ പറയും ആൻസർ ഈസ് 5.4 അല്ലെ? ഞാൻ ചോദിക്കട്ടെ, 5.3 ഓപ്ഷനിലുണ്ട്, 5.4 ഉണ്ട്, 5.5 ഉണ്ട്, 5.6 ഉണ്ട്. ഐസി അല്ലേ? ഏതായിരിക്കും? 5.4 എങ്ങനെ കിട്ടാ? അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. ലോഗ് വെച്ച് ചെയ്യാം. കറക്റ്റ്, ലോഗ് വെച്ച് ചെയ്യാം. വേറൊരു ഐഡിയ കൂടി, 2 ഐഡിയസ്. ലോഗ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഫസ്റ്റ്. അല്ല ലോഗ് വെച്ച് ചെയ്ത് നോക്കാം. എങ്ങനെ വെച്ചാല് 2 സൈഡ് ലോഗ് കൊടുക്കാം അല്ലെ? 2 സൈഡ് ലോഗ് കൊടുക്കുമ്പോ എങ്ങനെ വരുന്ന അറിയോ? വെറുതെ ഞാൻ എഴുതാം. ലോഗ് 0.3 ഈ സ്റ്റെപ്പ് എഴുതിക്കോട്ടോ. ലോഗ് 0.3 is equal to ലോഗ് 0.8 raised to n. ഇതല്ല സ്റ്റെപ്പ് ഞാൻ പഠിപ്പിച്ചല്ലേ? ലോഗ് ചാപ്റ്റർ പഠിപ്പിച്ച 2 സൈഡ് നമുക്ക് ലോഗ് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാ വരാ? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. പവർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? n log 0.8 എന്നല്ലേ വരാം? യെസ്. സോ ലോഗ് 0.3 is equal to n log 0.8 എന്ന് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ലോഗ് 8ന്റെ അപ്പുറത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് n കിട്ടിയില്ലേ? അപ്പൊ എന്താ വരാ? ലോഗ് 0.3 ഡിവൈഡഡ് ബൈ ലോഗ് 0.8 ഈസ് ഈക്വൽ ടു n എന്ന് കിട്ടിയോ? ഞാൻ ലോഗ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് പറഞ്ഞല്ലേ? ഓർമ്മണ്ടാ? ഇവിടെ ഒരു പോയിന്റും കൂടി ലോഗിന്റെ നമ്മളെ ഐഡന്റിറ്റീസിൽ ഒരു പോയിന്റും കൂടി ഞാൻ എക്സ്ട്രാ പറയാം. ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ സെയിം ശ്രദ്ധിക്കുക. ഇവിടെ 10 ഉണ്ട്, 10 ഉണ്ട്. നിങ്ങൾക്ക് അറിയാം
അല്ലെ? ലോഗ് ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ 10 വെച്ചിട്ടാണ് ചെയ്യുക, അല്ലെങ്കിൽ നാച്ചുറൽ ലോഗരിതം എടുത്താൽ ഇവിടെ പ്രശ്നമില്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ട പോയിന്റ് വെച്ചാല് ഇങ്ങനെയുള്ളൊരു ഇക്വേഷനെ നമുക്ക് ലോഗ് 0.3 ടു ദ ബേസ് 10 ഡിവൈഡ് ബൈ ലോഗ് 0.8 ടു ദ ബേസ് 10നെ നമുക്ക് എന്ത് എഴുതാം? ലോഗ് 0.3 ടു ദ ബേസ് 0.8 എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായോ? എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ലോഗ് 0.3 ടു ദ ബേസ് 10നെ നമ്മൾ എങ്ങനെയാ സോൾവ് ചെയ്യാം? 0.3 അടിക്കും, √12 ടൈംസ് അടിക്കും, -1 അടിക്കും, അല്ലെ? ഡിവൈഡഡ് ബൈ 10 അടിക്കും, √12 ടൈംസ് അടിക്കും, -1 അടിക്കും. ഇതാണ് ന്യൂമറേറ്റർ വരാം. നമ്മൾ പഠിച്ചല്ലേ ഇത്. 0.3 √12 ടൈംസ് -1, 10 √12 ടൈംസ് -1. ഇത് നമ്മൾ പഠിച്ചു. ഇനി ഡിനോമിനേറ്റർ എങ്ങനെയാ വരുന്നത്? 0.8 ചെയ്യല്ല, 0.8 √12 ടൈംസ് -1. അഗെയിൻ സെയിം തിങ്, 10 √12 ടൈംസ് -1. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് രണ്ടും കട്ടാവുന്ന സംഭവമാണ്. മനസ്സിലായോ? അത് രണ്ടും കട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ലോഗ് 0.3 ടു ദ ബേസ് 10 ലോഗ് 0.8 ടു ദ ബേസ് 10 വരുമ്പോൾ നമുക്ക് എന്തായിട്ട് എഴുതാം? ലോഗ് 0.3 ടു ദ ബേസ് 0.8 എന്ന് എഴുതാം ഡയറക്ട്ലി. ക്ലിയർ ആണോ? ലോഗിന്റെ ഒരു ഐഡന്റിറ്റി കൂടി ഇവിടെ വന്ന് എന്താണ്? ലോഗ്, ശ്രദ്ധിക്കുക, ഇത് ലോഗിന്റെ അടുത്ത് എഴുതാം കേട്ടോ. ലോഗ് a ടു ദ ബേസ് c ഡിവൈഡഡ് ബൈ ലോഗ് b ടു ദ ബേസ് c is equal to log a to the base b എന്ന് നമുക്ക് എഴുതാം. മനസ്സിലായോ? അത് കട്ട് ചെയ്യാം, കുഴപ്പമില്ല. അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ, എത്ര വരുന്നെന്ന് പറ. ഇത് എത്രയാ വരുന്നത്? ലോഗ് 0.3 ഡിവൈഡ് ബൈ ടു ദ ബേസ് 0.8 അല്ലേ? അപ്പൊ നമ്മളെ മെത്തേഡ് അനുസരിച്ച് ചെയ്തൂടെ? പറ. അങ്ങനെ 0.3 √12 ടൈംസ് -1 ഡിവൈഡഡ് ബൈ 0.8 √12 ടൈംസ് -1. ഇത് ചെയ്തു നോക്ക്, എത്ര വരുന്നത്? 5.39 കിട്ടുന്നുണ്ടോ? ഒന്ന് ചെയ്ത് നോക്കിയ. എന്താ ഇടാം? കിട്ടിയിട്ടില്ലേ? കിട്ടി ബാക്കിലും കിട്ടിയില്ല. 5.39 എന്ന് പറയുമ്പോൾ 5.4 ആണ് അല്ലെ? കറക്റ്റ് അല്ലേ? യെസ്. ഞാൻ ചോദിക്കട്ടെ, 5.4 എന്ന് പറയുമ്പോൾ ഇവിടെ ഇയേഴ്സിലാണ്. എക്സാമിന് ക്വസ്റ്റ്യൻ ഇവർ മാറ്റി ചോദിക്കും. 5 years 4 months, 5 years 5 months, 5 years 6 months. അപ്പൊ 5.4 ആകുമ്പോ എത്ര മന്ത് ആണ്? അത് ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടിയേ? 5.4 ഇയേഴ്സ് ആണ്. ഞാൻ പറയുന്നത് അത് മന്ത്സിലാണ് ഓപ്ഷൻ ഉള്ളത് വിചാരിക്കുക. 5 years 3 months, 5 years 4 months, 5 years 5 months, 5 years 6 months. അങ്ങനെയാണെങ്കിൽ ഏതാണ് ആൻസർ? 5.4 എന്ന് പറയുമ്പോൾ എവിടെ വരും? എന്ന് പറയുമ്പോൾ എവിടെ വരും? അറിയില്ല. ഇവിടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരും. സി, നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടായിരുന്നത്? 0.3 is equal to 0.8 raised to n. ഇതല്ലേ? ഇതിങ്ങനെ കാണുമ്പോ തന്നെ നോക്കാം, ഒന്നുമില്ല ചെയ്യാനായിട്ട്. n is equal to log 0.3 to the base 10 അല്ലേ? ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്തൂടെ? log 0.3 to the base 0.8 അല്ലേടാ? ഒന്നും എടുക്കാണ്ട് തന്നെ ആ കൺവേർഷൻ തന്നെ നമുക്കിവിടെ കിട്ടിയില്ലേ? നമ്മൾ പഠിച്ച ഇൻഡിസസ് എന്ന് പഠിച്ചതല്ലേ? ഇങ്ങനെ a raised to m is equal to x ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ലോഗ് എന്താണ്? x to the base a is equal to m എന്നല്ല പഠിച്ച അതേ സ്റ്റെപ്പ്, സെയിം സ്റ്റെപ്പ് യൂസ് ചെയ്യും. 0.3 is equal to 0.8 raised to n. സോ അങ്ങനെ ആണെങ്കിൽ n is equal to എന്ത് വരും? അല്ല, ലോഗ് 0.3 to the base 0.8 is equal to n എന്നല്ല. ഇത് ഡയറക്ട്ലി നിങ്ങൾ ഞാൻ പറഞ്ഞ മെത്തേഡിൽ ചെയ്യുക. 0.3 √12 ടൈംസ് -1 divided by 0.8 √12 times
ഇതിന് സമയം ഞാൻ പറഞ്ഞു തരുമ്പോൾ മാത്രമാണ് സമയമുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യും കേട്ടോ. 0.3 √12 times -1 divided by 0.8 √12 times -1. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നത് 5.394 ആണോ? എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയോ? ആ 5.394 എന്താണ് ഇത്? ഇയേഴ്സ് ആണ് അല്ലെ? ഇയേഴ്സ് അല്ലേ? That is approximately equal to 5.4 years. Correct ആണോ? 5.4 years ആണ്. അപ്പൊ ഇത് മന്തിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി പറ. 0.4 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മന്ത് ആണ്? ഇൻറ്റു 12 ചെയ്താ പോരെ എടാ. ഇൻറ്റു 12 ചെയ്യ, ഇൻറ്റു 12 മന്ത് അല്ല, ഒരു ഇയറിൽ എത്രയുള്ള 12 മന്ത് ആണ്. അറിയാം, 12 മന്ത് പെർ ഇയർ ആണ് വരുന്നത്. സോ ഇയർ കട്ട്. ആൻസർ 4.8 months ആണോ? 4.8 months അല്ലേ? ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5 months അല്ലേ? സോ ആൻസർ ഈസ് 5 years 5 months. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ ആവശ്യം ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. ഈ ക്വസ്റ്റ്യനിൽ 5ന്റെയും 6ന്റെയും ഇടയിലാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലായത്. പക്ഷെ ഇവര് 5.4 5.3 തരുമ്പോഴാണ് ഡൗട്ട് വരിക. അതേപോലെ 5 year 5 months 5 year 4 months 3 months എന്നൊക്കെ പറഞ്ഞാൽ ഡൗട്ട് വരും. ഇപ്പൊ ഓക്കെ ആണോ? ഒരു 5 minutes തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. 5 minutes വേണ്ട, 3 minutes മതി, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ.
ഇപ്പൊ ഞാനിത് പറഞ്ഞെന്ന് ശ്രദ്ധിക്കേ, ഇതിപ്പോ ഞങ്ങൾക്ക് പറഞ്ഞു ഇതിനുള്ള പ്രശ്നം പറയട്ടെ. സെയിം ക്വസ്റ്റ്യൻ ഇത് വേറെ എവിടെയെങ്കിലും ഇതേപോലത്തെ സംഭവം ഉണ്ടാവും. എന്നിട്ട് എന്നെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരുത്ത മെസ്സേജ് വാട്സപ്പ് പേഴ്സണലി, സാർ ഇത് പറഞ്ഞു. അപ്പൊ ഇതേപോലെ ഞാൻ അരമണിക്കൂർ ഇരുന്നപ്പോ വെച്ചിട്ട് ഞാൻ അവരെ ഗ്രൂപ്പിലിടുന്നത്. ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ ഒരാള് നോക്കും, ആവശ്യമുള്ളവരപ്പം നോക്കും. കുറെ ദിവസം കഴിഞ്ഞിട്ട് അതേ ഗ്രൂപ്പിലത്തെ മെമ്പേഴ്സ് വീണ്ടും ചോദിക്കും. ഇത് എല്ലാ ദിവസവും ഇത് തന്നെ പണി. ഇനി ഞാനൊരു ഐഡിയ ഒക്കെ ഇതിനെന്താ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് എന്തെങ്കിലും റെക്കോർഡ് ആക്കിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് നല്ല നടക്കുള്ളൂ. ഇതിപ്പോ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഫ്രീ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടാകുമ്പോൾ 2-3 ചാപ്റ്റേഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യും. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വേറെ ഞാൻ മെയിൻ ആയിട്ട് എടുക്കുന്ന മറ്റേ സെഷനില്ലേ, മറ്റേ സെഷനിലുള്ള ടോപ്പിക് ആയിരിക്കും ഇവര് പേഴ്സണലി ഡൗട്ട് ചോദിക്കും. അപ്പൊ എന്താവും, ഞാൻ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സംഭവം ക്ലാസ്സിലുള്ള പിള്ളേരുടെ അടുത്ത് കറക്റ്റ് ആയിട്ട് പറയും. നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക, ഇൻഡിവിജ്വലി ചോദിക്കല്ല. ഫ്രീ സെഷനിൽ വന്ന പിള്ളേരാണ് ഇൻഡിവിജ്വലി. അപ്പൊ അത് ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ട് ഇത് നോക്കുമ്പോൾ അവർക്ക് ക്ലാസ്സിൽ എടുത്ത പോയിന്റ്സ് മനസ്സിലാവും. നമ്മൾ വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വരും. സോ മാക്സിമം ഒറ്റ തവണ ഗ്രൂപ്പിലായിട്ട് ചോദിച്ചാൽ മതി. ഇതിപ്പോ ഞാൻ പറഞ്ഞു തരൂല, ടൈം കാര്യം ഞാൻ പറഞ്ഞു തരൂല. ഡൗട്ട് ചോദിച്ചോണ്ടോന്നുണ്ടല്ലോ അത്ര ക്ലാസ് ആയിരിക്കും. പക്ഷെ ടൈം വാല്യൂ വെച്ചിട്ടാണ് പ്രൊസീജർ ബിൽഡ് ചെയ്യുന്നത്. അടുത്ത പ്രാവശ്യം ഇത് ലാസ്റ്റ് ടൈം വാല്യൂടെ ഒരു സിക്കാസ സെഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതുവഴിയാണ് ഒരു 10, 300, 400 പിള്ളേരെ അറിഞ്ഞ് ഇന്റർമീഡിയറ്റ് ഫസ്റ്റ് മെയിൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അത് ആ ബലത്തിലാണ് നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഓൺലൈൻ ബാച്ച് നടന്നപ്പോ പിന്നെ നേരെ ഓഫ്ലൈനിൽ. ടൈം വാല്യൂനോട് ഭയങ്കര സ്നേഹം. Okay, next question. Question number 6. Question number 6. The population of a town increases every year by 2% of the population at the beginning of that year. Shradhike. Question by 6th. Population of a town increases every year by 2% of the population at the beginning of that year. അല്ലെ, ഒരു ഇയറിന്റെ ബിഗിനിങ്ങിലുള്ളതിനേക്കാളും 2% കൂടുന്നു. അപ്പൊ ഈ വർഷം 100 ഉണ്ട്, 100 102 ആവും. അടുത്ത വർഷം 102ന്റെ പ്ലസ് 2% ആവും. അപ്പൊ അങ്ങനെ ആയിക്കൊണ്ട് പോവാണ്. സോ ദാറ്റ് മീൻസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ അല്ല കോമ്പൗണ്ടിങ് രീതിയിലാണോ പോകുന്നത്? അങ്ങനെ അല്ല, എവറി ഇയർ വരുന്ന എമൗണ്ടിന്റെ 100 പേരുണ്ട്, 100 102 ആയി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ 102ന്റെ 2% കയറുന്നത്. അപ്പൊ ആ ഇയറിൽ വെച്ചിട്ടാണ് കയറുന്നത്. അപ്പൊ ഇതെന്താണ്? കോമ്പൗണ്ടിങ്. യെസ്. നെക്സ്റ്റ്, the number of years it will increase, the population will be 40% more. അതായത് ഇൻക്രീസ് 40% ആകുന്നത് എപ്പോഴാണെന്ന് ചോദിക്കും. സി, ഇപ്പൊ 100 ആണ് ഉള്ളതെന്ന് വിചാരിക്കും. സപ്പോസ് 100 ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇനി ഇവര് പറയാണ് ഇൻക്രീസ് ചെയ്യാണ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻറ്റു 1+i² n എന്നുള്ള രീതിയിൽ പോവാം. ഈക്വൽ ടു ഇത് എത്രയിലേക്ക് എത്തണം? 100 ഉള്ളത് 40% ഇൻക്രീസ് ആവാന്ന് പറയുമ്പോൾ 140 എത്തണം അല്ലെ. 100 ഉള്ളത് ഇൻറ്റു 1+i² ചെയ്യുമ്പോൾ 140. സോ n ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. i അറിയാം. എത്രയാ? 0.02. സോ അതൊന്ന് ചെയ്തേ. 100 ഇൻറ്റു 1.02 n is equal to 140 അല്ലെ. അപ്പൊ 1.02 n is equal to 140 divided by 100. 1.4 എന്ന് കിട്ടണം അല്ലെ. ഇവിടെയും ഞാനിപ്പോ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തുകൂടെ? ലോഗ് വെച്ച് ചെയ്യാലോ കൂളായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ എടുക്കാം. കാൽക്കുലേറ്റർ എടുത്തിട്ട് അടിച്ചോ. 1.02 ഇൻറ്റു അടിക്കാം. ഈക്വൽ ഇങ്ങനെ അടിച്ചോട് പോവാം. 1.4 എവിടെ വരുന്നത്? 17 വരും. ഇത് ചെയ്താലും മതി. ലോഗ് 1.4 ടു ദ ബേസ്, ലോഗ് 1.4 ടു ദ ബേസ് 1.02 അല്ലെ.
കാൽക്കുലേറ്റർ ചെയ്തൂടെ? 1.02 അടിക്കാം, റൂട്ട് 12 പ്രാവശ്യം അടിക്കുക അല്ലെ. 1.02 -1 കൊടുക്കുക, m പ്ലസ് എടുക്കുക, സേവ് ചെയ്യുക. നെക്സ്റ്റ് 1.4 ആൻസർ 16.99 ലോഗ് വെച്ച് ചെയ്താൽ 17 is the correct answer. ഓക്കെ ആണോ? 6 ഓക്കെ അല്ലേ? ഭയങ്കര ഈസി ആയില്ലേ? 6 വെച്ചിട്ട് തന്നെ നമുക്ക് 13 ചെയ്യാൻ പറ്റും. 13 കാരണം 13 ഞാൻ പറഞ്ഞു തരേണ്ട ആളല്ല ആക്ച്വലി. കാരണം അത് 6ന്റെ അതേ മോഡലാണ് 13th ക്വസ്റ്റ്യൻ വായിക്കുന്നത്. നാളെ ഫുള്ള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷൻസ് എല്ലാം കയറും. ഇന്ന് വേറെ കയറണം. ആനുവൽ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് പെർ 1000. ശ്രദ്ധിക്കണം, വായിക്കുക. ആനുവൽ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് പെർ 1000 ആർ ക്ലിയർ ആവുന്നുണ്ടല്ലോ. ആനുവൽ ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റ് 39.4 19.4 ആണ് അല്ലെ? നമ്പർ ആണ് തന്നിട്ടുള്ളത് അല്ലെ? നമ്പർ അല്ലെ, പെർസെന്റേജ് അല്ലല്ലോ, നമ്പർ ആണ്. അപ്പൊ 39.4 ബർത്ത് റേറ്റും 19.4 ഡെത്ത് റേറ്റും ഉണ്ട്. സോ ദാറ്റ് മീൻസ് ഇൻക്രീസ് എത്രയാ? ഇൻക്രീസ് എത്രയാ? 20 അല്ലേ നെറ്റ് ഡിഫറൻസ്. 20 പേര് ഇൻക്രീസ് ചെയ്യും. 20 പേര് ഇൻക്രീസ് എന്ന് പറയുമ്പോ 1000-20 പേര് എന്ന് പറയുമ്പോ എത്ര വരും? 1000-20 പേര് എന്ന് പറയുമ്പോ 2% അല്ലേ? 2% അല്ലേ? ഓക്കെ, 2% അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് കാര്യം മനസ്സിലായി. ഡബിൾ ആവാന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ 100 പേരുണ്ട്, 100 പേരുണ്ട്. എത്രയാണ് ഇൻക്രീസ് വരുന്നത്? 2%. 2% വരുമ്പോൾ 1.02 അല്ലെ? റേസ് ടു എത്രയാണെന്ന് നമുക്കറിയില്ല, n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു എത്ര ആവണം? ഡബിൾ ആവണ്ടേ? 200 ആവണ്ടേ? 200 ആവണ്ടേ? 200 ആവണ്ടേ? അപ്പൊ നിങ്ങളിപ്പോ നോർമലി 100 200 ഒന്നും എടുക്കണ്ട, ജസ്റ്റ് പി എടുക്കാം. ഇപ്പുറത്ത് പി എടുത്താൽ ഇപ്പുറത്ത് എത്ര വരണം? 2p വരണം. സോ പി കട്ട് ലാസ്റ്റ് ആൻസർ ഓപ്ഷൻ എങ്ങനെ വരുന്നത്? 1.02 റേസ് ടു n is equal to 2. ഇത് ചെയ്തൂടെ? log 2 to the base 1.02. log കൊണ്ട് ഉപകാരമായി അല്ലെ? log 2 to the base 1.02 ചെയ്യാം. എത്ര ആൻസർ വരുന്നു നോക്കി. കട്ടാവുണ്ടോ? ഇല്ലടാ. നെറ്റ് ഒന്ന് ചെക്ക് ചെയ്യണേ നിങ്ങളെ. ഓക്കെയോ? ആൻസർ എത്ര വരുന്നത്? ശരിയോ? ഇവിടെ ശ്രദ്ധിക്കാം, ഈ ക്വസ്റ്റ്യൻ 39.4 19.4 ആണ്. ഓക്കെ, 39.4 19.4 എന്ന് പറയുമ്പോൾ ബർത്ത് റേറ്റ് 39.4 ഡെത്ത് റേറ്റ് 19.4 ആണ്. സോ ദാറ്റ് മീൻസ് ഇൻക്രീസ് വരുന്നത് 20 പേരാണ്. 20 പേര് ഔട്ട് ഓഫ് 1000 എന്നാണ് പറയുന്നത് അല്ലെ? ദാറ്റ് മീൻസ് 2% ആണ് ഇൻക്രീസ്. ബാക്കി നമുക്ക് കാര്യം മനസ്സിലായി. നേരത്തെ അതേ ക്വസ്റ്റ്യൻ പോലെ എങ്ങനെ p × 1 + i all raised to n is equal to amount ചെയ്ത പോലെ തന്നെ ഇപ്പൊ ഉള്ളത് എത്രയാണ്? p ആണെങ്കിൽ കുറെ ഡബിൾ ആവണം എന്നാ പറയുന്നത്. ഡബിൾ എന്ന് പറയുമ്പോൾ a is equal to 2. p യും കട്ട് ബാക്കി 2 അങ്ങനെ ചെയ്താൽ ശരിയല്ല? റെഡി. ഇനി ഇതുള്ള 7ഉം 8ഉം അല്ലെ? Question number 7 and 8. Question number 7 ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓഫ്ലൈൻ ചാൻസ് ഉണ്ടോ? ഫുൾ സബ്ജക്ട്സ് ആണെങ്കിൽ കയറാം. സീറ്റ് ഉണ്ട്.
2-3 പേർക്ക് വേണമെങ്കിൽ ഫുൾ സബ്ജക്ട്സ് കോഴ്സ് ആട്ടോ, സിംഗിൾ സബ്ജക്ട് വൈസ് ഇല്ല. ബസ് സബ്ജക്ട് വൈസ് കൊടുത്തു കഴിഞ്ഞാൽ നടക്കൂല. മാത്സിനൊക്കെ ഇത് തരാനാണ് അല്ലെ, ഫുള്ളാണോ? ഓക്കെ, 7 ചെയ്യൂലേ? 7 ചെയ്യൂലേ? എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ CI ആൻഡ് SI ഓൺ എ സർട്ടൈൻ സം ഓഫ് മണി ഫോർ 3 years? പറയടാ, 3 years ഏതാ? നമ്മൾ ആ ഇക്വേഷൻ വെച്ച് ചെയ്തൂടെ? PI സ്ക്വയർ ഇൻറ്റു P പ്ലസ് സെന്റർ കൊച്ചിയിലാണ്. 3+i അല്ലെ, PI സ്ക്വയർ ഇൻറ്റു 3+i അല്ലെ, PI സ്ക്വയർ ഇൻറ്റു 3+i. ഇവിടെ തന്നിട്ടുള്ളത് എന്താ? ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളത്, അത് വെച്ച് ചെയ്തൂടെ? ഓക്കെ, PI സ്ക്വയർ ഇൻറ്റു 3+i ഈസ് ഈക്വൽ ടു എത്രയാ? ഡിഫറൻസ് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. എത്രയാ? 110.16 അല്ലെ, 110.16. ഇവിടെ വേറെ എന്താ തന്നിട്ടുള്ളത്? 3 years 6% തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് വെച്ച് ചെയ്യാം. 6% പറയുമ്പോൾ P ഇൻറ്റു 0.06 raised to 2 ഇൻറ്റു 3 പ്ലസ് 0.06 ഈക്വൽ ടു 110.16. ഇതൊന്ന് ചെയ്ത് നോക്കി, എത്ര വരുന്നത്? P എത്രയാ? 10,000 കറക്റ്റ് അല്ലേ? 10,000 ആണോ? That's all. Fine. Okay. So, last and final, one more question. Compound interest side ആക്കാം. എന്നിട്ട് നേരെ ആനുവിറ്റിയിലോട്ട് പോകും. നിങ്ങളെ ടെക്സ്റ്റില് 4 എക്സസൈസ് ആണുള്ളത്. അതിൽ 2 എണ്ണം കംപ്ലീറ്റ് ആവാൻ പോകണം. പിന്നെ അടുത്തത് ഫുള്ളി ആനുവിറ്റി ബേസ്ഡ് ആണ്. 4th one മിസ്സലേനിയസ് ആണ്. അത് ഓൾമോസ്റ്റ് സെയിം ടൈപ്പ് ആണ്, നിങ്ങൾ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ 8th ക്വസ്റ്റ്യനും നേരത്തെ ചെയ്ത ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെയ്തിട്ടില്ലേ? വായിച്ചു നോക്ക്, ക്വസ്റ്റ്യൻ വായിക്കും. ഞാൻ പറയട്ടെ, നേരത്തെ ഡിപ്രിസിയേഷന്റെ ക്വസ്റ്റ്യൻ വന്നില്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ട് ഈ 8ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇവിടെ തരാണ്ട് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഈ ക്വസ്റ്റ്യൻ ഇല്ല അല്ലെ. പക്ഷെ രണ്ടും സെയിം ടൈപ്പ് ആണ്. ഇത് മാറുന്നേ ഉള്ളൂ, നമ്മളെ റിക്വയർമെന്റ് മാറുന്നേ ഉള്ളൂ. 8th one ഒന്ന് ചെയ്ത് നോക്കിയേ. 8th one ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കടാ. Useful life of a machine is estimated to be 10 years and cost chat everyone and anyone directly ബഡ്ഡി ആയിരിക്കില്ല, പറയാൻ പറ്റില്ല. വേറെ ആരെയും വിളിച്ച് അന്നെ തന്നെയാ ഓന. ഓക്കെ, നെക്സ്റ്റ്. Question why your useful life of a machine is estimated to be 10 years and cost 10,000. Rate of depreciation 10%. Scrap value ചെയ്തൂടെ? എന്താ ചെയ്യാം? സീനാണോ? ഇതാരടാ അവനെ? ഇത് വേറെ അമീനെ, ഞാനല്ല, നീയല്ല. പോട്ടെ, കൊറേ കളിച്ച് നമുക്ക് പുറത്താക്കാം. നെക്സ്റ്റ് വായിക്കാം. 10,000 ആണ് നമ്മള് കോസ്റ്റ് അല്ലെ. ശ്രദ്ധിക്കാം, ഇപ്പൊ ഉള്ള കോസ്റ്റ് എത്രയാ? 10,000.
അതെ 10,000. 10,000 എത്ര ഇയേഴ്സാ? 10 ഇയർ. ഓക്കെ. റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ 10%. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ഇക്വേഷൻ എന്താ? പി ഇൻറ്റു 1 പ്ലസ് ഐ ഓൾ റേസ് ടു എൻ ആണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഡിപ്രിസിയേഷൻ ഉണ്ട്. 1 മൈനസ് ഐ ഓൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു 10,000 ഇൻറ്റു 1 മൈനസ് ഐ എത്ര? 0.1 റേസ് ടു എൻ 10 ഓ എത്ര വരുന്നത്? ഓക്കെ ആണോ? ബാക്കിയെല്ലാം സിമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ടൈം വാല്യൂ ടഫാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യില്ല. നെക്സ്റ്റ് അല്ല, മാത്സ് എല്ലാം ഈസി ആവും. ഫുൾ ഈസി. ക്ലാസ് എടുക്കുമ്പോ എല്ലാം ഈസിയാ. ഐഷ നിന്റെ ഫോണാണിത് ആടല്ലേ? അപ്പൊ നിങ്ങളൊരു 5 minutes ഒരു കാര്യം ചെയ്യുക. ഫ്യൂച്ചർ വാല്യൂ പ്രസന്റ് വാല്യൂ ആ ഒരു ഇക്വേഷൻ ഇല്ലേ, ഞാൻ ജസ്റ്റ് എഴുതിപ്പിച്ചില്ലേ, അതൊന്ന് നോക്കും. അത്രമാത്രം. ആനുവിറ്റിന്റെ ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കും. അപ്പൊ പഠിക്കാനൊന്നുമില്ല അല്ലേ? ശരി. നമുക്ക് 4C ആണ് മെയിൻലി തീർക്കേണ്ടത്. കണക്റ്റാ? ഡയറക്റ്റ് അല്ല, ഇതിലേക്കല്ല. സബ്സ്ക്രൈബർ സാരില്ല. അല്ല, ഞാനിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യും. കളി തുടങ്ങിയല്ലേ? ഞാൻ ഐഡിയയുടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു 5 minute ഇതാക്കട്ടോ.
തുടങ്ങാം. ഓക്കെ അല്ലേ? വെള്ളം കുടിച്ചോ? ഞാൻ പുറത്തിടല്ല സീനമ്മീൻ അത് വിട്ടായിട്ട് വെറുതെ കൊറേണം കേറി റിമൂവ് ആക്കിയാ പിന്നെ കേറാൻ പറ്റൂല. റിമൂവ് ആക്കിയാല് ബാനായി, പിന്നെ ആൾക്ക് തീരെ തിരിച്ചു കയറാൻ പറ്റില്ല. അഥവാ പഠിക്കാൻ ആഗ്രഹിച്ചു വന്നൊരു കുട്ടിയാണെങ്കിലോ സാരമില്ല, ഓവർ കച്ചറാക്കാൻ നമുക്ക്. യെസ്, 4C വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. രാവിലെ മുതൽ ഒരു 70 പേരുണ്ടായിരുന്നു, ഇപ്പൊ ഒരു 60 പേര്. നമ്മുടെ ക്ലാസ്സിൽ അപ്പൊ എത്ര അമീൻ കുറെ ഉണ്ട്. അമീന് ഇവിടെ രണ്ടല്ലോ ഒരാൾ. ക്വസ്റ്റ്യൻ 4C ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. നിങ്ങളെ ഇക്വേഷൻ ആൻസർ കണ്ടുപിടിപ്പിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. ഇപ്പോ ജസ്റ്റ് പ്രസന്റ് വാല്യൂ ആണോ ഫ്യൂച്ചർ വാല്യൂ ആണോ, ഓക്കെ, ആൻഡ് റെഗുലർ ആണോ ഡ്യൂ ആണോ, അത് മാത്രം മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് മനസ്സിലാക്കുക ഫസ്റ്റ്. പോരാ, വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the present value of ക്വസ്റ്റ്യൻ വായിച്ചത് ഏതാ? ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു. The present value of an annuity 3000, 15 years, 4.5%. പറ, കണ്ടുപിടിക്കേണ്ടത് പ്രസന്റ് ആണോ ഫ്യൂച്ചർ ആണോ? ഡയറക്ട്ലി അവർ പറഞ്ഞിട്ടുണ്ട് ഏതാ? പ്രസന്റ് വാല്യൂ. ഓക്കെ, ആനുറ്റി റെഗുലർ ആണോ ഡ്യൂ ആണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഫസ്റ്റ് ആനുറ്റി ആണോ? അതെ, ആനുറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റെഗുലർ ആണോ ഡ്യൂ ആണോ? ഏതാ? ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ? ഒന്നും പറയാത്ത കേസിൽ വി വിൽ ടേക്ക് ഇറ്റ് ആസ് റെഗുലർ. മനസ്സിലായോ? നത്തിങ് ഇസ് മെൻഷൻഡ് ആണെങ്കിൽ റെഗുലർ എടുക്കുക. സോ ഇവിടെ നമുക്ക് മനസ്സിലായി പ്രസന്റ് വാല്യൂ ആനുറ്റി റെഗുലറിന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് ആദ്യത്തത് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? നിങ്ങൾ പെൻസിൽ ഉണ്ടോ വേണേ എഴുതിക്കോട്ടോ. പ്രസന്റ് വാല്യൂ ആനുറ്റി റെഗുലർ ഇതാണ് വരേണ്ടത്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. The amount of an annuity certain of 150 for 12 years എന്നാ ചോദിക്കുന്നത്. എമൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രസന്റ് ആണോ ഫ്യൂച്ചർ ആണോ? ഫ്യൂച്ചർ വാല്യൂ, അതിന് ഡൗട്ട് ഇല്ല. നെക്സ്റ്റ് ഇവിടെ ആനുറ്റി സെർട്ടൈൻ എന്നാ പറയുന്നത്. സി, ആനുറ്റി റെഗുലറിന്റെ വേറൊരു പേരാണ് ആനുറ്റി സെർട്ടൈൻ. ഓക്കെ, റെഗുലർ ഈക്വൽ ടു സെർട്ടൈൻ. അതേപോലെ ഡ്യൂ ഇസ് ഈക്വൽ ടു ഇമ്മീഡിയറ്റ്. ഇത് നോട്ട് ചെയ്ത് വെക്കാം. ടെക്സ്റ്റിൽ തന്നെ നോട്ട് ചെയ്തോ, പ്രശ്നമില്ല. ടെക്സ്റ്റ് തന്നെ ചെയ്തോ, പ്രശ്നമില്ല. നോട്ടിൽ നിങ്ങൾ എഴുതണം, നിങ്ങളെ ചോയ്സ്. റെഗുലറിന് തന്നെയാണ് സെർട്ടൈൻ എന്ന് പറയാം, ഡ്യൂ ആണ് ഇമ്മീഡിയറ്റ്. ഓക്കെ അല്ലേ? ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനില് സെർട്ടൈൻ ആണ്. സെർട്ടൈൻ എന്ന് പറയുമ്പോൾ ഏതാ? ആനുറ്റി റെഗുലർ ആണോ ഡ്യൂ ആണോ? പറ. റെഗുലർ. ഓക്കെ അല്ലേ? ക്ലിയർ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എ ലോൺ ഓഫ് 10,000 is to be paid back in 30 equal installments. Okay, 30 installments. Installment വരുമ്പോൾ തന്നെ അവിടെ എന്തായി? ആനുറ്റി ക്വസ്റ്റ്യൻ മനസ്സിലായി. ഓക്കെ, ആൻഡ് 10,000 ലോൺ എന്നാ പറയും. ഞാൻ ചോദിക്കട്ടെ, ലോൺ എടുക്കുന്നത് എന്തിനാ? ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ലോൺ എടുക്കും. സോ ഇറ്റ്സ് എ പ്രസന്റ് വാല്യൂ, റൈറ്റ്? അല്ല, ഇന്നത്തെ ആവശ്യത്തിനും എടുക്കുന്നത്. അപ്പൊ പ്രസന്റ് വാല്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ളത്, റൈറ്റ്? യാ, എമൗണ്ട് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെന്റ് ടു കവർ. അപ്പൊ ചോദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആനുറ്റി ആണ്. ഇൻസ്റ്റാൾമെന്റ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണ്ടേ? ചോദ്യം നോക്കാം. ദ എമൗണ്ട് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെന്റ് എന്നാണ് ചോദിക്കുന്നത്. ഓരോ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ലോൺ തന്നിട്ടുണ്ട് 10,000. ഇവിടെ ഡ്യൂ ആണോ റെഗുലർ ആണോ? നത്തിങ് ഈസ് മെൻഷൻ. സോ present value annuity
റെഗുലർ. അതാണ് യൂസ് ചെയ്യേണ്ടത്. സംഭവം മനസ്സിലായി? നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ. എ ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്, 12 years n തന്നിട്ടുണ്ട്, ഐ തന്നിട്ടുണ്ട്, ഇതൊക്കെ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? വി ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്. പക്ഷെ എന്ത് സംഭവം അറിയില്ല. അവൾ പഠിച്ച ഏതെങ്കിലും ഇക്വേഷനിൽ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ നേരത്തെ പറഞ്ഞ പ്രസന്റ് വാല്യൂ ഓഫ് ആന്റിറ്റി റെഗുലറിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അത് അല്ലെ. ഈ പറഞ്ഞ 1 + i ഹോൾ റേസ് ടു n താഴെയില്ലേ, ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രസന്റ് വാല്യൂ ഓഫ് ആന്റിറ്റി റെഗുലറിന്റെ ഇക്വേഷൻ കിട്ടിയില്ല. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഡയറക്ട്ലി ഈ പറയുന്ന വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, തീർന്നു. അപ്പൊ 4th one ടെൻഷൻ അടിക്കാനില്ല. 4th one ഇറ്റ്സ് എന്താണ്? പ്രസന്റ് വാല്യൂ ആന്വിറ്റി റെഗുലർ. പ്രസന്റ് വാല്യൂ ആന്വിറ്റി റെഗുലർ. ഓക്കെ അല്ലേ? യെസ്. 5th one ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്വിറ്റി എന്നാണ് ചോദിക്കുന്നത്. ഇവരെന്തെങ്കിലും ഇക്വേഷൻ തന്നോട്ടെ, കുഴപ്പമില്ല, നമുക്കറിയില്ല ഒരു ഇക്വേഷൻ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്വിറ്റി റെഗുലർ അല്ലേ? ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറയാത്തോണ്ട് ഫ്യൂച്ചർ വാല്യൂ ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആദ്യത്തെ 5 ഓക്കെ അല്ലേ? ഇതെങ്ങനെ സോൾവിങ് നമുക്ക് മേലെ നോക്കാം. നിങ്ങൾ നോട്ട് ചെയ്തല്ലോ അല്ലെ? നെക്സ്റ്റ് 6 മുതൽ 11 വരെ. 6th question. വായിക്കും. 6th question. If the amount of an annuity after 25 years is 50,000. എന്താണ് എമൗണ്ട് ആഫ്റ്റർ 20 വർഷം കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് ഈ 50,000. 50,000 എന്താ? ഫ്യൂച്ചറിലുള്ള വാല്യൂ ആണ്. ആന്വിറ്റി എത്രയാണെന്നാ ചോദിക്കുന്നത് അല്ലെ? ഇൻസ്റ്റാൾമെന്റ് എത്രയാണെന്നല്ലേ ചോദിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഫ്യൂച്ചർ വാല്യൂ ആണ്. ആന്വിറ്റി റെഗുലർ ആണോ ഡ്യൂ ആണോ? റെഗുലർ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്ത 7ാമത്തെ. Given annuity 100 amounts to 3137. എന്താണ്? amounts to 3137 per annum compound interest. annuity ആണ്. The number of years will be. years ആണ് ചോദിക്കുന്നത്. So whatever ഈ 3137 എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ വാല്യൂ ആണ് അല്ലെ? ഇപ്പോ നമ്മൾ 100 വെച്ച് കിട്ടും. ഫ്യൂച്ചറിലുള്ള വാല്യൂ ആണ് ഈ 3137 ഫ്യൂച്ചർ വാല്യൂ. സോ ആൻസർ എന്ത് വെച്ചിട്ടാ ചെയ്യണ്ടേ? സെയിം ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്റി റെഗുലർ. അടുത്ത ക്വസ്റ്റ്യൻ മതി. അടുത്ത ക്വസ്റ്റ്യൻ. എ കമ്പനി ബോറോസ് 10,000. ബോറോ ലോണ്. ലോണ് പറയുമ്പോ തന്നെ അറിയാം പ്രസന്റ് ആണ് അല്ലെ? ഓൺ എ കണ്ടീഷൻ ടു റീപേ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് 1000 ആണ്. എന്ത് കണ്ടുപിടിക്കണ്ടേ? നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് കണ്ടുപിടിക്കണ്ടേ. പക്ഷെ ഏത് ഇക്വേഷനാ? റെഗുലർ ആണോ ഡ്യൂ ആണോ? ഒന്നും പറഞ്ഞിട്ടില്ല. സോ പക്ഷെ ഒന്നും പറയാത്ത കേസ് എല്ലാം റെഗുലർ വിളിച്ചിട്ട്. നെക്സ്റ്റ് 9. ബോറോഡ് 5120 at 12.5% per annum compound interest. At the end of 3 years, the money was repaid along with interest accrued. The amount of interest annuity ആണോ? That is the point. annuity ആണോ? ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ഉണ്ടോ ഇവിടെ? ഇല്ലല്ലോ. മനസ്സിലായി? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഫുൾ ബാക്കിയെല്ലാം ആന്വിറ്റി ആണ്. ആന്വിറ്റി ആണോ നോക്കൂ. മിസ്റ്റർ എക്സ് ബോറോഡ് 5120 5120 വാങ്ങിച്ചു at 12.5%. 3 വർഷം കഴിഞ്ഞിട്ട് റീപേ ചെയ്തു, ഇൻട്രസ്റ്റ് കിട്ടി. പക്ഷെ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് ചോദിക്കുന്നു. 3 വർഷം കഴിഞ്ഞിട്ട് ഒന്നിച്ച് റീപേ ചെയ്യാം. മന്ത്ലി റീപേ അല്ല. സോ ആന്വിറ്റി ആണോ? അല്ല. നോർമൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഇത് എത്ര വരുന്നു എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇത് സോൾവ് ചെയ്ത് തരാം. 9ാമത്തെ. ഓക്കെ, എന്താണ്? ഇപ്പോ 5120 ഉണ്ട്. ഓക്കെ അല്ലെ? 5120 ഉണ്ട്. 3 വർഷം കഴിയുമ്പോൾ 12.5% ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ പോരെ? പ്ലസ് 12.5% പ്ലസ് 12.5% പ്ലസ് 12.5%. ഇൻട്രസ്റ്റ് അടക്കം എത്ര വരും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ടില്ലേ? ഡയറക്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കി എത്ര വരും? 3 വർഷത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് നോക്ക് എത്ര വരും? ആണോ? 7270 ആണോ? യെസ് അല്ലെ? ഇതെന്താ? 3 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കേണ്ട ഫ്യൂച്ചറിലുള്ള വാല്യൂ അല്ലെ? ഇപ്പൊ എത്ര കൊടുക്കൂ? ഇപ്പൊ എത്രയാണ് നമുക്ക് പ്രസന്റ് വാല്യൂ ഉള്ളത്?
51.20. ഫ്യൂച്ചറിലെ വാല്യൂ എത്രയാ? 72.70. സോ ദി ഡിഫറൻസ് അല്ലേ ഇൻട്രസ്റ്റ്. ഫ്യൂച്ചറിലുള്ള വാല്യൂ ഇപ്പോഴത്തെ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇൻട്രസ്റ്റ്. സോ വാട്ട് ഇസ് ദ ഇൻട്രസ്റ്റ്? 217. ക്ലിയർ അല്ലേ? 9 ഓക്കെയാ? നെക്സ്റ്റ് 90. ഓക്കെ, 7290. മനസ്സിലായില്ല? പറയണോ? ക്വസ്റ്റ്യൻ വായിക്കും. ക്വസ്റ്റ്യൻ വായിക്കും. മിസ്റ്റർ എക്സ് ബോറോഡ് 5120. ഇപ്പൊ വാങ്ങിച്ച എമൗണ്ട് ആണ് 51.20. അപ്പൊ അത് പ്രസന്റിലുള്ള വാല്യൂ ആണ്. മനസ്സിലായി? ഓക്കെ. At 12.5% per annum compound interest. Okay. At the end of 3 years, money was repaid. Yearly basis repaid now. Okay. Yearly basis repaid now. Illa. Installment undo illa. One time repay alle. One time ആകുമ്പോൾ അത് annuity ഇല്ല അവിടെ. പ്രസന്റിലുള്ള വാല്യൂ എത്രയാണ്? 51.20 ആണ്. ഫ്യൂച്ചറിൽ 3 വർഷം കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന്ന് ഇപ്പോഴത്തെ വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ഡയറക്ട്ലി 5120 ഇൻറ്റു നമ്മൾ ഇത് പഠിച്ചില്ലേ, പി ഇൻറ്റു 1 + i ഹോൾ റേസ് ടു n അല്ലേ എമൗണ്ട്. ഇത് വെച്ചിട്ട് ഡയറക്ട്ലി ചെയ്യും. 5120 ഇൻറ്റു 1.12 റേസ് ടു n എത്രയാ? 3. ഇത് ചെയ്യുക എത്ര വരാ? ഈ മെത്തേഡിനാണ് ഞാൻ ജസ്റ്റ് ആ 12.5 ആക്കിയത്. 1.12 അല്ല, 1.125 ആണ്. 1.125 അല്ലെ? 2170 ആവും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 10-11 നോക്കാം. 10-11 ആയാൽ തീർന്നോ? ഇനിയുണ്ടോ? ഓക്കെ. 10th one ഞാൻ ചെയ്തു കേട്ടോ. 10th വായിക്കും. ബോറോസ് 20,000 അല്ലെ? ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്. ആനുറ്റി അല്ലേ? യെസ്. റെഗുലർ ആണോ ഡ്യൂ ആണോ? ഒന്നും പറയുന്നില്ല. ഉണ്ടോ? എപ്പോഴാ പേയ്മെന്റ്? എൻഡ് ഓഫ് ദി ഇയർ ആണോ ബിഗിനിങ്? ഒന്നും പറയുന്നില്ല. റെഗുലർ 20,000 ബോറോ, പ്രസന്റ് വാല്യൂ ഫിനിഷ്ഡ്. അത്രേ ഉള്ളൂ. പ്രസന്റ് വാല്യൂ ഓഫ് ആനുറ്റി റെഗുലർ, അത്രേ ഉള്ളൂ. 11 കുറച്ചൊരു ട്വിസ്റ്റ് ഉള്ള സാധനമാണ്. 11 വിൽ ഡിസ്കസ് ലാസ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് 12 11 എല്ലാവരും ഡൗട്ട് ചോദിക്കുന്നുണ്ടോ? ക്ലാസ് അറ്റൻഡ് ചെയ്തവരും അറ്റൻഡ് ചെയ്യാത്ത എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. 11 പേഴ്സണലി എനിക്ക് മെസ്സേജ് ഞാൻ പറഞ്ഞു തരില്ല. അത് പറഞ്ഞു മടുത്തു. 12ഉം 13 ഒന്ന് നോക്കിയേ. 12ഉം 13. 11 ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. 12 13 നോക്കി. ഇത് പ്രസന്റ് വാല്യൂ ഡയറക്ട്ലി പറയുന്നുണ്ട് അല്ലെ? ആനുറ്റി ആണോ? പറയുന്നുണ്ട്. ആനുറ്റി ആണ്. പ്രസന്റ് വാല്യൂ എന്താണ്? റെഗുലർ ആണോ ഡ്യൂ ആണോ? ഒന്നും പറയുന്നില്ല. സോ ആൻസർ ഈസ് റെഗുലർ വെച്ചിട്ട്. അടുത്ത ലാസ്റ്റ്. എ പേഴ്സൺ ഡിസൈഡ്സ് ടു ക്രിയേറ്റ് എ ഫണ്ട് ടു ബി ഇൻവെസ്റ്റഡ് അറ്റ് 10% ടു പ്രൊവൈഡ് ഫോർ എ പ്രൈസ് 300 എവറി ഇയർ. ഒരാൾ എന്ത് ചെയ്യണം? ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഫണ്ട് എന്ന വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഓർത്ത് വെക്കുക, ഇറ്റ് ഈസ് ഫ്യൂച്ചർ വാല്യൂ. ഓക്കെ ആണോ? സിങ്കിങ് ഫണ്ട്, വെറും ഫണ്ട് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓർത്ത് വെക്കുക എന്നാണ് ഫ്യൂച്ചർ വാല്യൂ. ഫണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഫ്യൂച്ചർ ഫണ്ട് എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പൊ വെച്ചിട്ട് എടുക്കുന്നതല്ല. ഓരോ പ്രാവശ്യം നമ്മൾ 300 വെച്ച് കൊടുത്തോണ്ടിരിക്കണമെങ്കിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം ഒരു എമൗണ്ട്. അതാണ് ഉദ്ദേശം. ഫണ്ട് ഫ്യൂച്ചർ വാല്യൂ. ഇവിടെ ഒന്നും പറയാത്തതുകൊണ്ട് എവറി ഇയർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ബിഗിനിങ് ഓഫ് ദി ഇയർ ആണോ എൻഡ് ഓഫ് ദി ഇയർ പറയുന്നില്ല. സോ റെഗുലർ ആണ്. സോ ഇക്വേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലായോ? ഏതാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലായി? ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ഏതാണ് എടുക്കേണ്ടത് മനസ്സിലായി. ഇനി ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ പോരെ? വാല്യൂ ഇട്ടിട്ട് സോൾവ് ചെയ്യണോ? ഏതെങ്കിലും നമുക്ക് ചെയ്തു പോവാം. ഓക്കെ. 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ പ്രസന്റ് വാല്യൂവിന്റെ ക്വസ്റ്റ്യനും അതേപോലെ ഫ്യൂച്ചർ വാല്യൂവിന്റെ ക്വസ്റ്റ്യനും ഞാൻ സോൾവ് ചെയ്തു പോകും. ഓക്കെ അല്ലേ? കാണുന്നില്ല ഇത്? നോക്കുക. ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് മാക്സിമം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എടുത്തിട്ട് നടക്കണല്ലേ?
അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് സോൾവ് ചെയ്യേണ്ട എങ്ങനെയാന്ന് പഠിക്കാം പോരാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവിങ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾ പറ ഏത് ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത് എന്താണ്. Present value of an annuity 3,000 for 15 years at 4.5% per annum compounds. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പ്രസന്റ് വാല്യൂ ആനുറ്റി അങ്ങനെ പറയണം. PVAR അല്ല PVAD അത് പറ. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ലേ. പ്രസന്റ് വാല്യൂ ഓഫ് ആനുറ്റി റെഗുലർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ രീതി എന്താ, ആദ്യം ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുറ്റി റെഗുലർ കാണും, എന്നിട്ട് ഡിവൈഡ് ബൈ 1 + i ഹോൾ റേസ് ടു n ചെയ്യാം. അത്രയല്ലോ, അത് ചെയ്യാം. ഫസ്റ്റ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുറ്റി റെഗുലർ കാണും. ഫ്യൂച്ചർ വാല്യൂ ആനുറ്റി റെഗുലർ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ, a/i ഇൻറ്റു അല്ലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇക്വേഷനിൽ p മാറ്റി a/i എടുത്താലാണ് നമ്മൾ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുറ്റി റെഗുലർ. ഇത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, a/i, a എത്രയാ 3000 അല്ലേ, 3000. i എത്രയാ 0.045, അത് കറക്റ്റ് ചെയ്തണം കേട്ടോ. 0.045 ഇൻറ്റു 1 + i എന്ന് പറയുമ്പോൾ 1.045 റേസ് ടു n. n എത്രയാ, അതിനുണ്ടാവും 15 -1 ചെയ്തൂടെ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, ഫ്യൂച്ചർ വാല്യൂ ആനുറ്റി റെഗുലർ ആണ്. ആൻസർ പറ. ഒരു ദിവസം ഒരു 3-4 ലീറ്റർ വെള്ളം നിങ്ങൾ ചെയ്യൂലേ. ഇതിന്റെ വാല്യൂ എത്ര വന്നേ, ഇതിപ്പോ എഴുതിയേ ചെയ്യാം. ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഫുള്ള് ചെയ്യാൻ പറ്റും കാൽക്കുലേറ്റർ. അത് ചെയ്യണ്ട എങ്ങനെ പറയാം നോക്കി ചെയ്യാം. 1.045 raised to 15 minus 1 into 3000 by 0.045. എത്ര വരുന്നേ, ആയിട്ടില്ല. അതെന്താ ഫ്യൂച്ചർ വാല്യൂ, ആ ഫ്യൂച്ചർ വാല്യൂ 60. ഇതെന്താ ഫ്യൂച്ചർ വാല്യൂ. പ്രസന്റ് വാല്യൂ ആയിട്ട് മാറ്റണമെങ്കിൽ 62,352 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം, 1 + i ഹോൾ റേസ് ടു n. അപ്പൊ 1 + i ഹോൾ റേസ് ടു n എന്ന് പറയുമ്പോൾ 1.045 റേസ് ടു n എത്രയാ. ഇത് ചെയ്യാം, ഇത് ചെയ്ത് നോക്കുക കിട്ടും. ഞാൻ സ്പീഡപ്പ് ചെയ്യുന്ന മെത്തേഡും കൂടി പറയാം. ഇത് ചെയ്യും. കഴിഞ്ഞോ, ആൻസർ റെഡി. ആൻസർ റെഡി അല്ലേ. ഓൾമോസ്റ്റ് 32218 ആയിരിക്കും ആൻസർ അല്ലേ. 8 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇതിൽ ഇപ്പൊ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്, പക്ഷെ അത് 218 ആണ് കറക്റ്റ്. അപ്പൊ ഇവിടെ എന്താ ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് ശ്രദ്ധിക്കണേ.
ഇക്വേഷൻ എഴുതി എങ്ങനെയാ a by I into 1 plus I whole raised to n minus 1. ഇതാണ് ഫ്യൂച്ചർ വാല്യൂ ആനുറ്റി റെഗുലർ അല്ലെ എടാ ആൽബിനെ നിഹാൽ ഇതാണ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുറ്റി റെഗുലർ a by I into 1 plus I whole raised to n minus 1 അല്ലെ എല്ലാവർക്കും അറിയില്ല ഇത്. ഇനി പ്രസന്റ് വാല്യൂ ആക്കണമെങ്കിൽ ഇതിന് എന്ത് ചെയ്യണം ഡിവൈഡഡ് ബൈ 1 plus I whole raised to n ഉണ്ട്. ഓക്കെ ഇത് ഞാൻ ഇക്വേഷൻ എഴുതി എന്നിട്ട് ഇവിടെ വാല്യൂ ഇട്ട് കൊടുക്കാം പറ 3000 ഡിവൈഡഡ് ബൈ 0.045 into 1.045 raised to 15 minus 1 divided by 1.045 raised to 15. സെക്കൻഡ് സ്റ്റെപ്പ് ഇത് എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം എന്നിട്ട് ഇത് എഴുതാം. അല്ലെങ്കിൽ ഇക്വേഷൻ എഴുതാണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഡയറക്ട്ലി എഴുതാം, നിങ്ങളെ ചോയ്സ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡയറക്ട്ലി കാൽക്കുലേറ്ററിൽ ആൻസർ കിട്ടണം. ഇത് എഴുതേണ്ട സമയം കൊടുക്കണ്ട. കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ എടുക്കുമ്പോൾ നിങ്ങൾ എവിടുന്ന് തുടങ്ങണം എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് വരും അല്ല. എവിടുന്ന് തുടങ്ങിയാലാണ് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് 1.045 അടിക്കാം. പറയുന്ന പോലെ ചെയ്യാം. 1.045 എന്ന് അടിക്കാം. ഇൻറ്റു അടിച്ചിട്ട് 15 ടൈംസ് ചെയ്യാം. 1.045. ഓക്കെ, 15 വരണം അല്ലെ. 15 ഇയേഴ്സ് ആണ് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ എത്ര വരണം? 16 വരണം അല്ലെ. നോർമൽ കാൽക്കുലേറ്റേഴ്സിൽ 16 വരണം. 1.93 ആണോ? ആ, ഇത് താഴത്തെ വാല്യൂ ആണ് അല്ലെ. 1.93 എന്ന് പറയുന്നത് താഴത്തെ വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ ഈ സ്പോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എം പ്ലസ് അടിക്കാം. ശ്രദ്ധിക്കുക, എം പ്ലസ് അടിക്കാം. അപ്പൊ ഇതെന്തായി? സേവ് ആയി. ഓക്കെ അല്ലെ. ഇനി നമ്മൾ ന്യൂമറേറ്റർ കണ്ടുപിടിക്കാം. ന്യൂമറേറ്റർ കണ്ടുപിടിക്കുന്നത് ഡയറക്ട്ലി -1 അടിച്ചു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ കിട്ടി. ഇവിടെ ന്യൂമറേറ്റർ വന്നു. ഓക്കെ, അപ്പൊ 0.93 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ സേവ് ചെയ്തിട്ട് എന്തുണ്ട്? ഡിനോമിനേറ്റർ ഉണ്ട്. ഈ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ MRC എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ 1.045 raised to 15 minus 1 divided by 1.045 raised to 15 ആ പാർട്ട് ഉണ്ടല്ലോ. ഇത്രയും ഒറ്റ സ്ട്രെച്ചിൽ എന്നിട്ട് ഇൻറ്റു 3000 അടിക്കുക ഡിവൈഡ് ബൈ 0.045 അടിക്കുക. You get 32218 directly കിട്ടും. ഒന്നുകൂടി ചെയ്യണം. കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കണ്ടോ? സ്റ്റാർട്ട് ചെയ്യേണ്ടത് 1.045 raised to 15 minus 1 divided by 1.045 raised to 15. അതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം 1.045 raised to 15 കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം. എങ്ങനെ? 1.045 ഇൻറ്റു അടിച്ചിട്ട് സൈഡിൽ 16 പ്രാവശ്യം വരുന്നത് പോലെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് 1.935 എന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. ഇത് എഴുതി വെച്ചിട്ട് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ എഴുതി വെക്കുമ്പോൾ ചെയ്യണ്ടേ? ഭയങ്കര മടുപ്പല്ലേ? അത്ര സമയം പോയില്ലേ? അതിനേക്കാളും നല്ലത് ഇത് ഇവിടെ കിട്ടിയപ്പോൾ നിങ്ങൾ എം പ്ലസ് അടിക്കാം. എം പ്ലസ് അടിച്ചു, അവിടെ സേവ് ആയില്ലേ? ഇനി ഡയറക്ട്ലി -1 കൊടുക്കാം. ഡയറക്ട്ലി അവിടെ തന്നെ -1 കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്താ? മുകളിലുള്ള വാല്യൂ ആണ്. ഇപ്പൊ കിട്ടിയ 0.935 എന്ന് പറയുന്നത് ആ മുകളിലുള്ള ന്യൂമറേറ്റർ പാർട്ടാണ്. ഇത് ഇവിടെ തന്നെ ഡയറക്റ്റ് ഡിവൈഡ് MRC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ സേവ് ചെയ്ത സാധനം കിട്ടും. എന്നിട്ട് ഈക്വൽ ടു അടിച്ചു നോക്കിയേ. 0.48 കിട്ടിയില്ലേ? 0.48 സംതിങ് കിട്ടിയില്ലേ? നേരത്തെ എം പ്ലസ് അടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടൂല. ഫസ്റ്റ് ക്ലിയർ ചെയ്യണം. എല്ലാവരും ശ്രദ്ധിക്കുക. MRC AC അടിക്കുക കാൽക്കുലേറ്ററിൽ. MRC AC കാൽക്കുലേറ്റർ എടുത്തിട്ട് ക്ലിയർ ആക്കാൻ വേണ്ടി MRC AC അടിക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. 1.045 ഇൻറ്റു ഈക്വൽ അടിച്ചടിച്ച് പോവാം. 16 പ്രാവശ്യം വരാം. ഓക്കെ, -1 ചെയ്യാം, ഡിവൈഡ് MRC കൊടുക്കാം. ഓക്കെ, കറക്റ്റ് ആൻസർ കിട്ടും. ചെയ്ത് നോക്ക്.
എന്നിട്ട് ഡയറക്റ്റ് ഇൻറ്റു 3000 ബൈ 0.045 ചെയ്താൽ മതി. ഓക്കെ ഫ്രീ ആയില്ലേ? ഏത് കാൽക്കുലേറ്റർ ഉണ്ട്? വലിയ കാൽക്കുലേറ്റർ അല്ലേ അത്? ഈ മെത്തേഡ് നടക്കൂല. ഞാൻ പറഞ്ഞില്ലേ 120 നോർമൽ കാൽക്കുലേറ്റർ മാത്രം നടക്കുന്നതാണ്. അത് നമ്മൾ പറയുന്ന പല രീതിയും കറക്റ്റ് അല്ലേ? അപ്പൊ n+ അടിക്കുമ്പോൾ ഒന്ന് മുമ്പേ അടിക്കണം. കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന 120D ആണ്. DJ120D ഓർ MJ120D. സോ പ്ലസ് എടുക്കണ്ട, പ്ലസ് എടുത്താലും ചേഞ്ച് വരും. വലുതെടുക്കണ്ട, ഇത് കുഴപ്പമില്ല. ചെറുത് സെയിം ഫംഗ്ഷൻ അല്ല. നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ചെറുത് എടുത്തോ. രണ്ടാമത് കാൽക്കുലേറ്റർ എടുക്കണം. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്തെടുക്കാം. മനസ്സിലായോ? പ്രസന്റ് വാല്യൂന്റെ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇതേപോലെ ചെയ്തെടുത്താ പോരെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തൂടെ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം അതേപോലെ. ഏതാ? ഫ്യൂച്ചർ വാല്യൂ. ഫ്യൂച്ചർ വാല്യൂ ആകുമ്പോ താഴെയുള്ള പാർട്ട് ഇല്ല. ഫ്യൂച്ചർ വാല്യൂ ആകുമ്പോ താഴെയുള്ള പാർട്ട് ഉണ്ടോ? ഇല്ല. നെക്സ്റ്റ് പ്രശ്നമില്ല. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യണ്ട, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാം കേട്ടോ. ഹോംവർക്ക് ചെയ്തോ സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് വൺ ഓൾസോ ഹോംവർക്ക്, പ്രശ്നമില്ല. 4, 5 പ്രശ്നമില്ല. 6th വൺ ഒന്ന് ജസ്റ്റ് നോക്കാം. 6th ക്വസ്റ്റ്യൻ നമ്പർ 6 നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 6 വായിച്ചേടാ. ക്വസ്റ്റ്യൻ നമ്പർ 6 വായിച്ചോ. ടെക്സ്റ്റ് അല്ലേ? ഇവിടെ വായിക്കും. ഇല്ല, ക്വസ്റ്റ്യനില് എന്താണ് റിക്വയർമെന്റ്, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? എടാ, എമൗണ്ട് ഓഫ് ആൻ ആനുവിറ്റി ആഫ്റ്റർ 25 years ഈസ് 50,000 ആണ്. അപ്പൊ അത് ഈ 50,000 എന്താണ്? ഫ്യൂച്ചർ വാല്യൂ അല്ലെ? അപ്പൊ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ അല്ലേ ഈ 50,000? ഫ്യൂച്ചർ വാല്യൂ ആനുവിറ്റി റെഗുലർ ആണ് ഈ 50,000. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? പ്രസന്റ് വാല്യൂ ആണോ? ആനുവിറ്റി ആണ്. എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ്ലി ചെയ്യാം അല്ലെ? അപ്പൊ ഇക്വേഷൻ എന്താ? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലറിന്റെ ഇക്വേഷൻ പറ. A/I 1 + I അല്ലെ? എ എത്ര അറിയോ? ഇല്ല. എ ആണ് കണ്ടുപിടിക്കേണ്ടത്. യെസ്, എ കണ്ടുപിടിക്കണം. ഐ അറിയോ? ഐ അറിയാം അല്ലെ? ഐ എത്രയാ? 0.05 into 1 + I whole raised to n minus 1. 1.05 raised to n minus 1 അല്ലെ? ഈക്വൽ ടു, ഞാനിപ്പോ ചെയ്യുമ്പോ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, പിന്നെ കിട്ടൂല. റെക്കോർഡ് കണ്ടു. റെക്കോർഡ് ഇപ്പൊ എപ്പോ കിട്ടും പറയാൻ പറ്റും. എത്ര സമയമാണ്? എത്ര വരും? ചെയ്തൂടാ കറക്റ്റ് ആയിട്ട്. 50,000. ഇത് ഈ ടൈമിലൊക്കെ, ഈ ഒരു കേസിലൊക്കെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ റെസിപ്രോക്കലിന്റെ മെത്തേഡ് ഇല്ലേ, അതൊക്കെ ഹെൽപ്ഫുൾ ആവും. കാരണം ഡയറക്ട്ലി നമുക്ക് 1.05 raised to 225 minus 1 ഡിവൈഡ് ബൈ 0.05 ഡിവൈഡ് ബൈ 50,000 ചെയ്തിട്ട് റെസിപ്രോക്കൽ എടുത്ത ആൻസർ. ഇന്നലെ അല്ല, ലാസ്റ്റ് ക്ലാസ് ഇന്നലെ അല്ല. സാറ്റർഡേ അല്ല? ആ റെസിപ്രോക്കൽ പറഞ്ഞില്ലേ, ഡിവൈഡ് ഈക്വൽ.
1047 അല്ലേ? ഡിവൈഡ് ഈക്വൽ ടുന്റെ മെത്തേഡ് ഇവിടെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായില്ലേ? അല്ല, ഡിവൈഡ് ഈക്വൽ ഞാൻ പറഞ്ഞ കാര്യം. ഓക്കെ, അതെ, ഇവിടെ അതായാലും മതി, M+H ചെയ്താലും മതി. ഓക്കെ ആണോ? ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അതേ രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ആൻഡ് റെഗുലർ, അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ആൻഡ് ഡ്യൂ ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് തീരാം. അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ ആണ് ഭയങ്കര സിമ്പിൾ. ചിലപ്പോ ആനുറ്റി കണ്ടുപിടിക്കേണ്ടി വരും, ചിലപ്പോ N കണ്ടുപിടിക്കണം. N കണ്ടുപിടിക്കണത് എങ്ങനെയാ? ലോഗ് വെച്ച് ചെയ്യേണ്ടി വരും. N കണ്ടുപിടിക്കുന്ന കേസ് ലോഗ് വെച്ച് ചെയ്യേണ്ടി വരും. ആനുറ്റി കണ്ടുപിടിക്കുമ്പോൾ ഞാനിപ്പോ പറഞ്ഞ പോലെ അങ്ങോട്ട് എടുക്കേണ്ടി വരും. നമുക്ക് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ ചെയ്തിട്ട് നമുക്ക് പിരിയാം. പോരാ, ഇന്നൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യുന്നത് 11th ക്വസ്റ്റ്യൻ ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ എക്സസൈസ് 4D ബാക്കിയുണ്ട്, ആപ്ലിക്കേഷൻ ലെവൽ ബാക്കിയുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. അതെല്ലാം നാളെ തരും. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. പോയി ഓഫ്ലൈൻ ക്വസ്റ്റ്യൻ വായിക്കട്ടോ. 11th ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങളുടെ ഐഡിയ പറ. എന്താണ് ഫ്യൂച്ചർ വാല്യൂ ആണോ, പ്രസന്റ് വാല്യൂ ആണോ, റിവ്യൂ ആണോ, റെഗുലർ ആണോ? നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചെക്ക് ചെയ്യടാ. A person invests 500 at the end of each year with a bank which pays interest at 10% per annum compounded annually. Okay, the amount standing to his credit 1 year after he has made his yearly investment for 12th time. ശ്രദ്ധിക്കുക, ഇതെന്താ ചോദ്യം? എമൗണ്ട് ആണ് പറയുന്നത്. എമൗണ്ട് മീൻസ് വാട്ട്? എമൗണ്ട് ആകുമ്പോ ഫ്യൂച്ചർ വാല്യൂ പ്രസന്റോ? എമൗണ്ട് ഫ്യൂച്ചറിലെ വാല്യൂ, അത് ഉറപ്പാണ്. ഇനി ഇവിടെ പറയുന്നത് എമൗണ്ട് സ്റ്റാൻഡിങ് ആഫ്റ്റർ ഹി ഹാസ് മെയ്ഡ് ഈ ഇയർലി ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 12th ടൈം എന്നല്ല, 1 year ആഫ്റ്റർ എന്നാ പറയും. ഇപ്പൊ 13th എടുക്കണോ? 13th ഇൻസ്റ്റാൾമെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ 13 ചെയ്തിട്ട് 500 മൈനസ് ചെയ്യാം, അതും ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്യാം. കാര്യം പറയാം, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം 12th ഇയർ എൻഡിൽ എത്രയാന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതില്ലാന്ന് വിചാരിക്കും, ഈ ക്രെഡിറ്റ് ആ 1 year ഇല്ലാന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 12 പ്രാവശ്യം ചെയ്തതിന് ശേഷം വരുന്ന എമൗണ്ട് എത്രയാന്ന് നമുക്ക് കിട്ടും അല്ലെ? 500 rupees നമ്മൾ എന്താ ചെയ്യുന്നത്? 10% ഇൻട്രസ്റ്റില് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ വി ആർ ഇൻവെസ്റ്റിംഗ് ഇറ്റ് ഫോർ 12th ടൈം. 12 പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്രയാണ് നമ്മുടെ ഫൈനൽ എമൗണ്ട് വരുന്നത് ആദ്യം കണ്ടുപിടിക്കാം. അതൊന്ന് കണ്ടുപിടിച്ചേ.
എത്ര വരുന്നത്? ഇക്വേഷൻ എങ്ങനെയാ? a by I into 1 plus I whole raised to n minus 1. അതന്നെ. a എത്രയാ? 500. I എത്രയാ? 0.1. 1 plus I whole raised to n. n എത്ര പ്രാവശ്യം? ഇയർലി അല്ലേ ഇത്? ഓക്കെ, പ്രശ്നം. അപ്പൊ എത്ര പ്രാവശ്യം? 1.1 raised to 12 minus 1. ഓക്കെ, ഇതിന്റെ ആൻസർ ഒന്ന് പറയോ? വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇത് പിന്നീട് ഡൗട്ട് വരും. അപ്പൊ ഞാൻ പറയും ഇതിന്റെ റെക്കോർഡ് നോക്കാം. ലാസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് 7.9. നോ divide by 0.1. 500 10,000 690. ഇതാണോ? ഇതെന്താ സംഭവം? 12ാമത്തെ പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം അപ്പുള്ള എമൗണ്ട്. ഇനി ഒരു വർഷം കൂടി ഉണ്ട് അല്ലെ? അപ്പൊ ഒരു വർഷം കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ ഈ എമൗണ്ടിനാണ് നമ്മൾ ഒരു വർഷം കൂടി വെക്കുന്നത്. അപ്പൊ +10. ഇത്രയും എമൗണ്ടിന് നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. എത്ര? +10%. ഡയറക്ട്ലി ചെയ്യും. എത്ര വരും? എത്ര? 11,761. ഇതൊരു രീതി. രണ്ടാമത്തെ മെത്തേഡ് ഞാൻ പറയാം. 13 പ്രാവശ്യം എടുക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെ ശ്രദ്ധിക്കാം. 13 പ്രാവശ്യം എടുക്കാം. പക്ഷെ 13ാമത്തെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? ഇല്ല. 13 ഇയർ എടുക്കാം. പക്ഷെ 13ാമത്തെ ഇൻവെസ്റ്റ്മെന്റ് ആയ 500 രൂപയല്ലേ, അത് ഒഴിവാക്കാം. നിങ്ങൾ 13 വെച്ചൊന്ന് ചെയ്തോ. 500 divided by 0.1 into 1.1 raised to 13 minus 1 ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും അറിയോ? 12,261.36 കിട്ടും. ആണോ? അല്ലെ? അപ്പൊ അതിന്ന് നമ്മൾ ആ ലാസ്റ്റത്തെ 13ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഉണ്ടോ? ഇല്ല. അത് 500 ഒഴിവാക്കാം. അപ്പൊ നമുക്ക് 11,761 കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടത്തേക്ക് തീർന്നു. അപ്പൊ ഓൺലൈൻ സ്റ്റുഡൻസ് നിങ്ങൾ മാക്സിമം ഈ 4C വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാം. ആൻഡ് ടെക്സ്റ്റിൽ സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്യും. അപ്പൊ നാളെ നമ്മള് അപ്ലിക്കേഷൻ ലെവലും ഈ പറഞ്ഞ പോലെ 4D പിന്നെ എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തോ. 4C കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്തിട്ട്. ഓക്കെ, ബൈ. നിങ്ങളോടല്ല ബൈ പറഞ്ഞിട്ടോ.